ഓക്കെ. ഇപ്പൊ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മുടെ സ്ട്രിംഗ് എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പ് ആയിരുന്നു നമ്മൾ ചെക്ക് ചെയ്തത്. ഓക്കെ. ഇനി അതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ സ്ട്രിംഗ് എന്ന് പറയുന്ന ഒരു ഡേറ്റ ടൈപ്പ് നമ്മൾ പ്രൊജക്റ്റിൽ വലുതായിട്ട് അങ്ങനെ യൂസ് ചെയ്യുന്നില്ല. അതായത് യൂസ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സ്പ്ലിറ്റ് ആയിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ഇപ്പൊ നമ്മളിപ്പോ ഈ ചെയ്തതുപോലെ നമ്മളൊന്നും ചെയ്യുന്നില്ല. ഓക്കെ. അതായത് നമുക്കിപ്പോ എന്തെങ്കിലും ഒരു ഡബിൾ കോഴ്സിലോ സിംഗിൾ കോഴ്സിലോ എന്തൊരു ഡേറ്റ എഴുതിയാലും, അതായത് ഒരു ക്യാരക്ടറോ അല്ലെങ്കിൽ ഒരു നമ്പറോ അല്ലെങ്കിൽ ഒരു എന്തൊരു വേർഡ്സോ എഴുതി കഴിഞ്ഞാൽ അതൊരു സ്ട്രിങ് ആണ്. അതായത് സിംഗിൾ കോഡ്സിലോ അല്ലെങ്കിൽ ഡബിൾ കോഡ്സിലോ നമുക്കത് യൂസ് ചെയ്യാം. ഓക്കെ. അപ്പൊ നമ്മൾ അഡീഷന്റെയും അതേപോലെ തന്നെ മാജിക് മെത്തേഡ് അതേപോലെ ഈ ഓപ്പറേറ്റേഴ്സിന്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അതായത് കോൺകാറ്റിനേഷൻ ചെയ്യാനായിട്ട്, അതായത് രണ്ട് സ്ട്രിങ്ങിനെ നമുക്ക് എന്ത് ചെയ്യാം, കോൺകാറ്റിനേഷൻ ചെയ്യാം. ഓക്കെ. ഇനി ഈ സ്ട്രിങ്ങിനകത്ത് നമ്മൾ ഇൻഡെക്സ് വാല്യൂ ചെക്ക് ചെയ്തായിരുന്നു. അപ്പൊ ഇൻഡെക്സ് വാല്യൂ ചെക്ക് ചെയ്യുന്ന എന്തിനാണ് ആക്സസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല് നമുക്ക്, അതായത് ഈ ഒരു കളക്ഷൻ ഓഫ് ഡാറ്റ ടൈപ്സ്, അതായത് കളക്ഷൻ ഓഫ് ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ വേരിയബിൾ നെയിമിനകത്ത് മൾട്ടിപ്പിൾ ഐറ്റംസിനെ സ്റ്റോർ ചെയ്യുന്നുണ്ടല്ലോ. അതായത് നമുക്ക് ലിസ്റ്റും ടപ്പിളും ഒക്കെ എന്താണ്, ഒരു സിംഗിൾ വേരിയബിൾ നെയിമിനകത്ത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഡേറ്റാസിനെ നമ്മൾ സ്റ്റോർ ചെയ്യുവാണ്. ഓക്കെ. ഓരോന്നിനും സെപ്പറേറ്റ് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്, കോമ വെച്ചിട്ടാണ് ഓരോ ഡേറ്റനെയും നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിൻ്റെ അകത്തുള്ള ഡേറ്റനെ നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ഇൻഡെക്സ് വാല്യൂ യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പം ഈ ഡിക്ഷണറി എന്ന് പറയുന്ന ഒരു ഡേറ്റ ടൈപ്പിൽ ഇൻഡെക്സ് വാല്യൂ യൂസ് ചെയ്യുന്നില്ല. അതായത് ഡിക്ഷണറിയിലും സെറ്റിനകത്തും ഇൻഡെക്സ് വാല്യൂ യൂസ് ചെയ്യുന്നില്ല. അപ്പൊ ഡിക്ഷണറിയിലും സെറ്റിനകത്തും നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിക്ഷണറിയിൽ കീ ആൻഡ് വാല്യൂ പെയർ ആയതുകൊണ്ട് കീനെ വിളിച്ചു കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ കിട്ടും. അപ്പൊ കീനെ വിളിച്ചു കഴിഞ്ഞാൽ വാല്യൂ കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ വാല്യൂവിനകത്ത് ആ വാല്യൂ ഒരു വേരിയബിൾ നെയിം ആയിട്ട് കൊടുത്താൽ പോലും നമുക്ക് എന്താണോ വേരിയബിൾ നെയിമിൽ അസൈൻ ചെയ്ത് വെച്ച ബൾക്കായിട്ടുള്ള ഡേറ്റ ആണെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പ്രിന്റ് ചെയ്യിക്കാനായിട്ട് പറ്റും. ഓക്കെ. അപ്പൊ ഇൻഡെക്സ് വാല്യൂ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്ട്രിങ്ങില്, ലിസ്റ്റില് അതേപോലെ തന്നെ ടപ്പിളിൽ നമുക്ക് യൂസ് ചെയ്യും. ഓരോ എലമെന്റിനെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. പ്രിന്റ് ഓഫ് ആ ഒരു വേരിയബിൾ നെയിം കൊടുത്തു കഴിഞ്ഞാൽ ആ വേരിയബിൾ നെയിമിനകത്ത് ആക്സസ് ചെയ്ത് വെച്ച എല്ലാ ഡേറ്റയും അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വെച്ച എല്ലാ ഡേറ്റയും നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടും. അപ്പൊ നമുക്ക് അത്രയും ഡേറ്റ വേണ്ട, നമുക്ക് അതിന്റെ ഒരു ഡേറ്റ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇൻഡെക്സ് വാല്യൂ യൂസ് ചെയ്യാം. ഇത്ര ഡേറ്റ നമുക്ക് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്ലൈസ് ചെയ്ത് എടുക്കാനും പറ്റും. ഓക്കെ. അപ്പം നമുക്ക് ഒരു വേരിയബിൾ നെയിം എഴുതാം, എ ഈക്വൽ ഹലോ. ഓക്കെ. അപ്പം ഇത് നമുക്ക് അപ്പർ കേസിൽ എഴുതാം, അല്ലെങ്കിൽ അപ്പർ കേസ് ഉള്ളത് നമുക്ക് ലോവർ കേസിലോട്ട് കൺവേർട്ട് ചെയ്യാം. ലോവർ കേസ് ഉള്ളത് നമുക്ക് വേണേൽ അപ്പർ കേസിലോട്ട് എഴുതാം. അതേപോലെ തന്നെ ഇതിൻ്റെ അകത്തൊരു ഡേറ്റ നമുക്ക് അല്ലെങ്കിൽ ഒരു എലമെന്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീപ്ലേസ് ചെയ്യാം. ഓക്കെ. അതേപോലെ തന്നെ ഇതിൻ്റെ അകത്തൊരു എലമെന്റ് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാം. അപ്പൊ നമ്മളാണെങ്കിൽ ഡബിൾ ഈക്വൽ വെച്ച് യൂസ് ചെയ്ത് എന്തിനാണ്, കണ്ടീഷൻസ്, ഇഫ് എൽസ് എലീഫ് കണ്ടീഷൻ നമുക്ക് യൂസ് ചെയ്തു, അല്ലെങ്കിൽ ഇഫ് എൽസ് കണ്ടീഷൻ നമ്മൾ യൂസ് ചെയ്തു. എന്തിനാണ് ഇഫ് എൽസ് കണ്ടീഷൻ നമ്മൾ യൂസ് ചെയ്തത്, നമ്മൾ ജസ്റ്റ് ഇഫ് എൽസ് കണ്ടീഷൻ എന്ത് പർപ്പസിനായിട്ടാണ് നമുക്ക് യൂസ് ചെയ്തത്, എന്തിനാണ് നമ്മൾ ഇഫ് എൽസ് കണ്ടീഷൻ നമ്മൾ യൂസ് ചെയ്തത് ഇവിടെ? ഒരു വാല്യൂ കറക്റ്റ് ആണോ അല്ലെങ്കിൽ അതിന്റെ രണ്ട് ഔട്ട്പുട്ട് കിട്ടുന്ന സിറ്റുവേഷനിൽ നമ്മൾ ഇഫ് എൽസ് യൂസ് ചെയ്യും. ഓക്കെ. ഇവിടെ നമ്മൾ എന്താണ് ചെയ്തത്, കമ്പയർ ചെയ്യാൻ വേണ്ടി ഇഫ് എൽസ് യൂസ് ചെയ്തു അല്ലേ. ഇവിടെ നമുക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടി ഇഫ് എൽസ് നമ്മൾ യൂസ് ചെയ്തായിരുന്നു. അപ്പം ഈ ഒരു ഇഫ് എൽസ് നമുക്ക്, ഈ കണ്ടീഷൻ നമുക്ക് എന്തിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഞാനൊന്ന് കുറച്ച് എക്സാമ്പിൾ പറഞ്ഞു. നമുക്ക് കണ്ടീഷൻസ് നമുക്ക് എന്തിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. നമുക്കൊരു പ്രൊജക്റ്റിലാണെങ്കിൽ തന്നെ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഡേറ്റ ഉണ്ടോ, നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ ഒരു ഡേറ്റ ഉണ്ടോ അല്ലേ. അതേപോലെ തന്നെ നമുക്ക് വേറെ എന്തൊക്കെ ചെയ്യാം. ഇപ്പൊ നമുക്കിപ്പം ഒരു ഫംഗ്ഷന്റെ ഉള്ളിലാണെങ്കിലും നമുക്ക് കണ്ടീഷൻസ് എഴുതാം. എന്തിന് നമുക്ക് കണ്ടീഷൻ എഴുതാം, ഒരു ലോഗിൻ പേജ് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു രജിസ്ട്രേഷൻ പേജ് ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, കണ്ടീഷൻ എഴുതാം അല്ലേ. അതേപോലെ തന്നെ നമ്മൾ ഇവിടെ ഇപ്പം കമ്പയർ ചെയ്യാനും നമ്മൾ എന്ത് ചെയ്തു, ഒരു യൂസർ ഇൻപുട്ട് ആണ് കൊടുത്തത്. ഓക്കെ. ഒരു യൂസർ ഇൻപുട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്തത്, ഇവിടെ ആ
നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ച ഡേറ്റയും യൂസർ കൊടുക്കുന്ന ഡേറ്റയും സെയിം ആണെങ്കിൽ മാത്രമേ എന്താവുള്ളൂ, ഇഫ് കണ്ടീഷൻ ട്രൂ ആവത്തുള്ളൂ. ഇഫ് കണ്ടീഷൻ ട്രൂ അല്ലെങ്കിൽ നമുക്ക് എങ്ങോട്ട് പോകും, എൽസ് പാർട്ടിലോട്ട് പോകും. അപ്പൊ ആക്ച്വലി എൽസ് പാർട്ടിൽ വന്നിട്ട് നമുക്ക് അവിടെ എൽസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ നമുക്ക് ലാസ്റ്റിൽ വന്നിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു കണ്ടീഷൻ ആണോ? ഇപ്പൊ നമ്മൾ ഇഫ് എൽസ്, അതായത് ഇഫ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നേരെ അതിൻ്റെ അകത്തുള്ള ഡേറ്റ ആണ് നമുക്ക് പ്രിന്റ് ആവുന്നത്. അപ്പൊ ഇഫ് കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ അടുത്ത എന്ത് പാർട്ട് എക്സിക്യൂട്ട് ആവും? എൽസ് പാർട്ട്. എൽസ് പാർട്ട് എക്സിക്യൂട്ട് ആവും. എന്തിനാണ് എൽസ് പാർട്ട്? വേണം നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് കണ്ടീഷൻ കൊടുക്കാം, എലീഫ് വേണേ കൊടുക്കാം, ഒന്നുകൂടെ നമുക്ക് ചെക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കൊടുക്കാം. അപ്പൊ ആക്ച്വലി എൽസ് പാർട്ട് കൊടുത്തത് കൊണ്ട് നമുക്ക് ആ ഒരു പ്രൊജക്ട് അവിടെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുമോ? അതായത് നമ്മുടെ അതൊരു കണ്ടീഷനാണ്. ഓക്കെ, അപ്പം എന്താണ് ഇപ്പോൾ ഒരു കണ്ടീഷൻ? പാസ്വേഡ് ഇതാണെങ്കിൽ ലോഗിൻ പേജിലേക്ക് പോകണം, ഇതല്ലെങ്കിൽ എൽസ് പാർട്ടിലോട്ട് പോകണം. ഇത്രയുമേ നമുക്ക് കണ്ടീഷൻ കൊടുക്കാൻ പറ്റുള്ളൂ? അല്ല. എൽസ് പാർട്ടിൽ കൊടുക്കുന്ന എന്തിനാണ്? ഇഫ് കണ്ടീഷൻ ഫോൾസ് ആവുമ്പോൾ, അതായത് ഈ കണ്ടീഷൻ ഫോൾസ് ആവുമ്പോൾ എൽസ് പാർട്ടിലോട്ട് പോകണം. ഈ എൽസ് പാർട്ടിനകത്ത് പ്രിന്റ് സോറി ട്രൈ അഗെയിൻ എന്നുള്ള ഒരു കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. കാരണം സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം. അതായത് ഓരോന്നിനും ഓരോ കണ്ടീഷൻസ് ആണ്, അല്ലേ? ഓരോന്നിനും ഓരോ കാര്യങ്ങൾ. ഇപ്പം എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പം നിങ്ങൾക്കൊരു പ്രൊജക്ട് ചെയ്യുകയാണ്. അപ്പൊ എനിക്കൊരു പാർട്ട് ഇപ്പൊ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോ ഒരു യൂസർ ഒരു റോങ് ഇൻപുട്ട് കൊടുത്തു. റോങ് ഇൻപുട്ട് കൊടുക്കുമ്പോൾ എന്താണ്, എനിക്ക് ആണെങ്കിൽ അതൊന്നുകൂടെ ചെക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ, അതായത് 3 വട്ടം എനിക്ക് ചെക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവണം. ഈ 3 വട്ടം ചെക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അപ്പൊ അടുത്ത് ഞാൻ പറയാണ്, എനിക്ക് 4ാമത്തെ വട്ടം എനിക്കത് ബ്ലോക്ക് ആവണം, അല്ലെങ്കിൽ എനിക്കതൊരു ഓതന്റിക്കേഷന്റെ ഇഷ്യൂ എനിക്ക് ചെക്ക് ചെയ്യണം, അങ്ങനെയുള്ള കേസ് കൊടുക്കാം. ഇൻ കേസ് അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 3 വട്ടം ഞാനിപ്പം എന്താണ് ഈ ഒരു ഡേറ്റ തന്നെ കൊടുത്തു, അതായത് പാസ്വേഡ് തന്നെ കൊടുത്തു. പാസ്വേഡ് കൊടുക്കുമ്പോൾ എനിക്ക് റോങ് ആണ്. 3 വട്ടവും ഞാൻ ടൈപ്പ് ചെയ്യുന്നത് റോങ് ആണ്. അപ്പൊ 4ാമത്തെ വട്ടം ഞാൻ കൊടുക്കുന്ന വെച്ച് കഴിഞ്ഞാൽ എൽസ് പാർട്ടിൽ കൊടുക്കുന്ന വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്ത് വേണം, എനിക്കൊരു 1 അവർ ഇത് ബ്ലോക്ക് ചെയ്യണം, ആ ആക്സസ് എനിക്ക് ബ്ലോക്ക് ചെയ്യാം, അത് നമുക്ക് ലോഗിൻ ചെയ്യാനോ പറ്റില്ല. അപ്പൊ അതിന് പകരമായിട്ട് ഞാൻ എൽസിനകത്തോട്ട് വന്നതിന് ശേഷം അടുത്തൊരു കണ്ടീഷൻ ഞാൻ കൊടുക്കുവാണ്. നമുക്ക് അടുത്തൊരു കണ്ടീഷൻ നമുക്ക് എന്തിനു കൊടുക്കാം? അത് നമുക്കൊരു ട്രൈ ആയിട്ട് അല്ലെങ്കിൽ ഒരു ട്രൈ എക്സെപ്ഷൻ ആയിട്ട് കൊടുക്കാം. ഓക്കെ, അത് നമുക്ക് ട്രൈ എക്സെപ്ഷൻ പഠിക്കും. അപ്പൊ എന്തിനാണ് ഒരു ട്രൈ എക്സെപ്ഷൻ കൊടുക്കുന്നത്? നമുക്കിത് ലാസ്റ്റിൽ നമുക്കിത് ബ്ലോക്ക് ആവുന്നതിന് പകരം നമുക്ക് പിന്നാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ പിന്നിന് പകരം നമുക്ക് വേണമെങ്കിൽ അടുത്തൊരു ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പാസ്വേഡ് റീസെറ്റ് ചെയ്യാം. നമുക്ക് അങ്ങനത്തെ ഒരു മെത്തേഡൂടെ കൊടുക്കാം. അല്ലെങ്കിൽ അങ്ങനെ ഒരു റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എൽസ് കഴിഞ്ഞിട്ട് നമുക്ക് കണ്ടീഷൻ കൊടുക്കാം. അത് നമ്മുടെ ഓരോ ക്ലയന്റിന്റെ റിക്വയർമെന്റ് അനുസരിച്ചാണ്. ഓക്കെ, അല്ലാതെ ഒരിക്കലും എൽസ് വന്നിട്ട് അവിടെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യുമല്ല. എൽസ് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ട്രൈ എക്സെപ്ഷൻ കൊടുക്കാം, അല്ലെങ്കിൽ ഒരു പിന്നെ എന്താണ് ഒരു കണ്ടീഷൻ കൂടെ നമുക്ക് ചെക്ക് ചെയ്യാം. കണ്ടീഷൻ നമുക്ക് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് നമുക്ക് എന്താണോ വേണ്ടത് അത് നമുക്ക് കൊടുക്കാം. ഓക്കെ, ഒരു സെക്കൻഡ്. ഓക്കെ, അപ്പം ഇവിടെ ഇപ്പം നമ്മൾ എന്ത് ചെയ്തു, ഡബിൾ ഈക്വൽ വെച്ചിട്ട് നമ്മൾ എന്തായാലും അത് ട്രൈ എക്സെപ്ഷൻ പഠിക്കുമ്പോൾ നമ്മൾ അത് നോക്കും. അപ്പം കണ്ടീഷൻ നമുക്ക് എന്തിനൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം എന്നുള്ള കേസ് നമുക്ക് നോക്കണം. ഓക്കെ, ഇവിടെ ഇപ്പം ഡബിൾ ഈക്വൽ വെച്ചിട്ടാണ് നമ്മൾ കൊടുത്തത്, അല്ലേ? ഇനി ഞാനിപ്പം അടുത്തൊരു കണ്ടീഷൻ ഞാൻ ചെക്ക് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഇ എന്ന് പറയുന്ന ഒരു എലമെന്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇ എന്ന് പറയുന്ന ഒരു ഡേറ്റ ഉണ്ടെങ്കിൽ എനിക്ക് എന്ത് പ്രിന്റ് ആവണം? എനിക്കാണെങ്കിൽ ഇപ്പം പ്രിന്റ് ഓഫ് അവൈലബിൾ എന്ന് പ്രിന്റ് ആവണം, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഡേറ്റ എനിക്ക് പ്രിന്റ് ആവണം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു കണ്ടീഷൻ നമുക്ക് അവിടെ കൊടുക്കാം, അല്ലെ? ഇവിടെ നമുക്ക് കണ്ടീഷൻ കൊടുക്കാം. അപ്പൊ ഇന്നെന്ന് പറയുന്ന ഒരു കീവേഡ് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെയാണ് കണ്ടീഷൻ എഴുതുന്നത്? നമ്മൾ എങ്ങനെയായിരുന്നു ഇഫ് എൽസ് എഴുതുന്നത്? ഇഫ് എന്താണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്? ഇ എന്ന് പറയുന്ന ഒരു എലമെന്റ്, അല്ലെ? ഈ എയ്ക്കകത്തുള്ള എന്താണ്, ഹലോ ആണ്.
അതിൻ്റെ അകത്ത് ഇ എന്ന് പറയുന്ന ഒരു ഡേറ്റ ആണെങ്കിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് എന്താണ് ജസ്റ്റ് ഒരു ഇ മാത്രം കൊടുത്താൽ മതിയോ? നമുക്ക് ജസ്റ്റ് ഇഫ് ഇ ഇൻ എ എന്ന് നമുക്ക് കൊടുക്കാവോ? അതായത് എനിക്ക് ഈ ഹലോ എന്ന് പറയുന്ന ഈ എക്കകത്ത് സ്റ്റോർ ചെയ്ത ഹലോ എന്നതിനകത്ത് ഇ എന്ന് പറയുന്ന ഒരു ഡേറ്റയാണ് എനിക്ക് ഇവിടെ പ്രിന്റ് ചെയ്യേണ്ടത് അല്ലേ? അപ്പൊ ഹലോ എന്താണ്? ഈ ഹലോ എന്ന് പറയുന്നത് എന്താണ്? നിങ്ങളിങ്ങനെ മിണ്ടാതിരുന്നിട്ട് എ എ പറയൂ. എ ഹലോ അല്ല, എക്കകത്ത് സ്റ്റോർ ചെയ്തേക്കാണല്ലോ ഈ ഹലോ. അപ്പൊ ഈ ഹലോ എന്താണ്? ഒരു സ്ട്രിങ് ആണ്. ഹലോ എന്ന് പറയുന്നത് സ്ട്രിങ് ആണ്. ഇപ്പൊ എക്കകത്ത് സ്റ്റോർ ചെയ്തേക്കുന്നത് ഹലോ എന്ന് പറയുന്നത് ഒരു സ്ട്രിങ് എന്ന് പറയുന്ന ഒരു ഡേറ്റ ടൈപ്പ് ആണ്. ഓക്കെ, ഞാൻ ഇപ്പോഴും പറയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളിപ്പം വെറുതെ നമ്മളിപ്പോ ഒരു ക്ലാസ് കേട്ട് ഞാനിപ്പോ പഠിപ്പിക്കുന്നത് മാത്രം നമ്മൾ ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഒരു പ്രൊജക്ട് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇപ്പൊ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അത് നിങ്ങൾ എന്തെങ്കിലും ഒരു ഔട്ട്പുട്ട് പറഞ്ഞാൽ മാത്രമേ നമുക്ക് മനസ്സിലാകാൻ പറ്റുള്ളൂ നിങ്ങൾക്കത് മനസ്സിലായോ ഇല്ലയോ. ഓക്കെ, നിങ്ങൾക്കത് ശരിയാണെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ പ്രസന്റ് ചെയ്യാൻ പറ്റൂ. അങ്ങനെ ഒരു ഇതല്ല. നമുക്കിപ്പം ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും നമ്മൾ ട്രൈ ചെയ്യാം. ഓക്കെ, ശരി. എക്കകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത് എന്താണ്? ഹലോ എന്ന് പറയുന്ന ഒരു ഡേറ്റയാണ്, സോറി സ്ട്രിങ് ആണ് അല്ലെ? അപ്പൊ ഇഫ് ഇ ഇൻ എ എന്നുള്ളത് കൊടുക്കാൻ പറ്റുമോ? എങ്ങനെയാണ് നമുക്ക് ഈ കൊടുക്കേണ്ടത്? ഈ ഹലോ സ്ട്രിങ് ആയതുകൊണ്ട് ഈയും എന്താണ്? സ്ട്രിങ് ആണ്, അപ്പോൾ സ്ട്രിങ് ഓഫ് ആണ്. ഓക്കെ, അപ്പൊ സ്ട്രിങ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? str അല്ല, നമുക്ക് അങ്ങനെ കൊടുക്കേണ്ട കേസ് ഇല്ലല്ലോ. സ്ട്രിങ് നമുക്ക് എങ്ങനെയാണ് എഴുതുന്നത്? സ്ട്രിങ് എന്ന് പറഞ്ഞ ഒരു ടെക്സ്റ്റ് ടൈപ്പ് ആണ്. സ്ട്രിങ് എന്താണ്? ഒരു ഡബിൾ കോട്ട്സ് സിംഗിൾ കോട്ട്സിലും അല്ല സ്ട്രിങ് എഴുതേണ്ടത്. അപ്പം ഈ എന്ത് ചെയ്താൽ മതി? ഡബിൾ കോട്ട്സിലോട്ട്. ഡബിൾ കോട്ട്സോ സിംഗിൾ കോട്ട്സിലും അല്ല എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ ഈ എ എഴുതണം നമുക്ക്. ഞാനിവിടെ ഇൻ എ എന്ന് കൊടുത്തു. ഈ എ നമുക്ക് ഡബിൾ കോട്ട്സിലോ സിംഗിൾ കോട്ട്സിലോ എഴുതണോ? വേണ്ട. കാരണം എന്താണ്? അതൊരു വേരിയബിൾ നെയിമാണ്. വേരിയബിൾ നെയിം ഒരിക്കലും നമ്മൾ ഡബിൾ കോട്ട്സിലോ സിംഗിൾ കോട്ട്സിലോ നമ്മൾ കൊടുക്കേണ്ട ഒരു കേസും ഇല്ല അല്ലേ? അപ്പൊ ഇഫ് ഈ ഇൻ എ, അപ്പം ഈ ഹലോ എന്ന് പറയുന്നത് സ്ട്രിങ് ആണ്. അതിൻ്റെ അകത്ത് നമുക്കൊരു എലമെന്റ് എടുക്കണമെങ്കിൽ ജസ്റ്റ് ഒരു ഇ എന്ന് മാത്രം കൊടുത്തിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഡബിൾ കോട്ട്സിൽ സിംഗിൾ കോട്ട്സിൽ വേണം ആ ഇ അവിടെ എഴുതാനായിട്ട്. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ കോളൻ ഇട്ട് കർസർ ഇവിടെ വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫിന്റെ അകത്താണ്. ഇഫ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഈ പ്രിന്റിനകത്തുള്ള ഡേറ്റ നമുക്ക് ആ സ്റ്റേറ്റ്മെന്റ് നമുക്ക് അവിടെ വർക്കാവും. ഇനി ഇൻ കേസ് ഇതല്ല, ഞാനിപ്പോ ഇവിടെ പ്രിന്റ് എന്ന് മാത്രമാണ് കൊടുക്കുന്നത്, ഞാൻ ഇവിടെ ഒരു പാസ് ഇട്ട് കൊടുക്കുവാണ്. ഓക്കെ, എന്തിനാണ് ഈ പാസ് ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാനിപ്പം ഇഫ് ഇന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞാനിപ്പോ ഇവിടെ ഫസ്റ്റ് ലൈനിൽ വന്നിട്ട് ഇപ്പം എൽസ് പാർട്ട് കൊടുക്കുവാണ്. പ്രിന്റ് ഓഫ് സോറി എന്ന് കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഞാനിത് റൺ ചെയ്യാൻ പോവാണ്. റൺ ചെയ്യുമ്പോൾ എനിക്കൊരു ഇൻഡന്റേഷൻ എററാണ്. ഓക്കെ, ഇൻഡന്റേഷൻ എറർ കിട്ടാൻ കാരണം എന്താണ്? ഞാൻ ഈ ഇഫ് കണ്ടീഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അതായത് കോളൻ ഇട്ടതിന് ശേഷം അതിൻ്റെ അകത്ത് ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതിയിട്ടില്ല. ഓക്കെ, അപ്പൊ ഇൻ കേസ് നമുക്കിപ്പം അങ്ങനെ ഒരു ഡേറ്റ എഴുതാനില്ലെങ്കിൽ ഇപ്പൊ നമുക്കിവിടെ പ്രിന്റ് ഓഫ് അവൈലബിൾ എന്ന് എഴുതാം. ഓക്കെ, ഉണ്ടെങ്കിൽ ഓക്കെ. ഇൻ കേസ് നമ്മൾ ഫംഗ്ഷൻ ഒക്കെ എഴുതുന്ന സമയത്ത് ഈ കോളൻ ഇട്ടിട്ട് ഇപ്പൊ നമ്മളിപ്പോ ഒരു പ്രൊജക്ട് എഴുതുമ്പം ഓരോ കാര്യങ്ങളും നമ്മൾ എഴുതി എഴുതി പോവല്ല ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ എന്താണ് ഒരു ഷീറ്റ് നോക്കും, അതായത് അല്ലെങ്കിൽ ഒരു ഡോക്യുമെന്റ്സ് നമ്മൾ ചെക്ക് ചെയ്യും. ഡോക്യുമെന്റ്സ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ആദ്യം ഏതൊക്കെ മൊഡ്യൂൾസ് ആണ് ചെയ്യേണ്ടതെന്ന് നോക്കും. ഓക്കെ, ഒരു മൊഡ്യൂൾ അല്ലെങ്കിൽ ഒരു ഡോക്യുമെന്റ്സ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ, ഒരു പ്രൊജക്ടിന്റെ ഡോക്യുമെന്റ്സ് ചെക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? അതിൻ്റെ അകത്ത് കുറേ മൊഡ്യൂൾസ് ഉണ്ട്. അഡ്മിന്റെ ഒരു മൊഡ്യൂള്, എംപ്ലോയിന്റെ ഒരു മൊഡ്യൂള്, അതുപോലെ ക്ലയന്റിന്റെ ഒരു മൊഡ്യൂള്,
ഇതിനെല്ലാം എന്ത് ചെയ്യണം? ഓരോന്നിനും ഓരോന്നായിട്ട് കണക്ട് ചെയ്യണം. ഓക്കെ. ഇപ്പം ഒരു അഡ്മിൻ എന്താണ് ചെയ്യുന്നത്? അഡ്മിന് എംപ്ലോയിനെ എന്ത് ചെയ്യാൻ പറ്റും? എംപ്ലോയിന് പ്രൊജക്റ്റ് അസൈൻ ചെയ്യാൻ പറ്റും, എംപ്ലോയിന്റെ അറ്റൻഡൻസ് മാർക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എംപ്ലോയിയുടെ ഡേറ്റ അല്ലെങ്കിൽ എംപ്ലോയിയുടെ വർക്ക് അപ്ഡേറ്റ് ഫുള്ളും അഡ്മിന് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പൊ എംപ്ലോയി എന്താണ് ചെയ്യുന്നത്? എംപ്ലോയി കൊടുക്കുന്ന അപ്ഡേഷൻ അഡ്മിൻ അവിടെ ഔട്ട്പുട്ട് ആയിട്ട് കിട്ടും. അതേപോലെ തന്നെ ഈ ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്ത, അതായത് ഈ ക്ലയന്റ് എന്ത് ചെയ്യും? അഡ്മിൻ ഒരു പ്രൊജക്റ്റ് കൊടുക്കും, അത് നമുക്ക് ചെയ്യാൻ വേണ്ടി. അപ്പം അഡ്മിൻ എന്ത് ചെയ്യുന്നത്? എംപ്ലോയിനെ അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഒരു എംപ്ലോയി ചെയ്ത പ്രൊജക്ടിന്റെ സ്റ്റാറ്റസ് ബാർ കാര്യങ്ങളെല്ലാം അതിൽ അവൈലബിൾ ആയിരിക്കും. ഓക്കെ. അപ്പം നമുക്കിങ്ങനെ ഒരു പ്രൊജക്റ്റ് കിട്ടുമ്പോൾ, അതിന്റെ ഡോക്യുമെന്റ്സ് കിട്ടുമ്പോൾ നമ്മളിപ്പം ഓക്കെ അഡ്മിന്റെ ആദ്യം കംപ്ലീറ്റ് ചെയ്യാം, അതിന് ശേഷം എന്ത് ചെയ്യാം? എംപ്ലോയിന്റെ കംപ്ലീറ്റ് ചെയ്യാം, അതിന് ശേഷം ക്ലയന്റിന്റെ കംപ്ലീറ്റ് ചെയ്യാം. അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അഡ്മിന്റെ വർക്ക് ചെയ്യുമ്പോൾ തന്നെ അഡ്മിൻ്റെ അവിടുന്ന് ഒരു പ്രൊജക്റ്റ് അസൈൻ ചെയ്യുമ്പോൾ അത് എംപ്ലോയിന് റിസീവ് ആവുന്നുണ്ടോ എന്നുള്ളത്, അല്ലെങ്കിൽ എംപ്ലോയിന് നോട്ടിഫിക്കേഷൻ കിട്ടുന്നുണ്ടോ എന്നുള്ളത് മൊഡ്യൂൾ നമ്മൾ എന്ത് ചെയ്യണം? ക്രിയേറ്റ് ചെയ്യണം. അപ്പം നമ്മൾ 3 മൊഡ്യൂളും ആദ്യമേ ക്രിയേറ്റ് ചെയ്ത് വെക്കും. ഓക്കെ. അപ്പൊ അതിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യും? ഫങ്ഷൻസ് ക്രിയേറ്റ് ചെയ്ത് വെക്കും, എല്ലാ ഡമ്മി ഫങ്ഷൻസും ക്രിയേറ്റ് ചെയ്ത് വെക്കും, സ്റ്റേറ്റ്മെന്റ് ആണെങ്കിലും ക്രിയേറ്റ് ചെയ്ത് വെക്കും. ഓക്കെ. അപ്പൊ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ അകത്ത് ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതാനില്ലെങ്കിൽ, ഇപ്പൊ നോക്കിയേ, ഞാനിപ്പോ ഇവിടെ പുറത്ത് വന്നിട്ട് പ്രിന്റ് ഓഫ് എ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, പ്രിന്റ് ഓഫ് എ എന്ന് കൊടുക്കുമ്പോൾ നോക്കിയേ, നമുക്ക് എന്റെ അകത്തുള്ള ഈ ഹലോ എന്ന് പറയുന്ന ഔട്ട്പുട്ട് എനിക്കവിടെ കിട്ടിയില്ല, അല്ലേ? കാരണം എന്താണ്? ഈ ഇൻഡന്റേഷൻ എറർ അവിടെ ഉള്ളത് കൊണ്ടാണ്. കാരണം ഞാനൊരു ഡമ്മി ചെയ്ത് വെച്ചു. ഓക്കെ. എംപ്ലോയിന്റെ ഒരു ഡമ്മിയാണ് ഞാനിവിടെ ചെയ്തത്. എനിക്കിപ്പോൾ ഇവിടെ സ്റ്റേറ്റ്മെന്റ് ഇവിടെ കൊടുക്കാനൊന്നുമില്ല. കാരണം അഡ്മിൻ്റെ അവിടുന്ന് ഒരു ഡേറ്റ റിസീവ് ആയതിനു ശേഷം മാത്രം എനിക്ക് ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾ പറയാണ് എന്നാ പിന്നെ നമുക്ക് അപ്പ ചെയ്താൽ മതി എന്നല്ല. നമ്മളാണെങ്കിൽ ആദ്യമേ എന്ത് ചെയ്യുന്നു? ഈ 3 മൊഡ്യൂളും നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കും. അതിൻ്റെ അകത്ത് നമുക്ക് എന്തൊക്കെ ഫങ്ഷൻസ് കൊടുക്കണം എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു? എല്ലാം ഡമ്മി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഇതിനെ കണക്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു കണ്ടീഷൻ വരുമ്പോൾ നമുക്കിപ്പോൾ സ്റ്റേറ്റ്മെന്റ് എഴുതാനില്ലെങ്കിൽ നമുക്കൊരു പാസ് കൊടുക്കാം. ഓക്കെ. എന്നിട്ട് ഞാനിവിടെ റൺ ചെയ്തു. റൺ ചെയ്യുമ്പോൾ നോക്കി, ഈ ഒരു പോർഷനിൽ ആ ഒരു എറർ നമുക്കവിടെ വന്നിട്ടുണ്ടോ? അതായത് ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് എന്ത് എറർ വന്നിട്ടില്ല? പ്രിന്റ് ഓഫ് ഹലോ എന്ന് വന്നിട്ടുണ്ട്. അതായത് പ്രിന്റ് ഓഫ് എ കൊടുത്തപ്പോൾ ഹലോ എന്നുള്ള ഡേറ്റ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഡമ്മി കേസ് എഴുതുന്ന സമയത്ത് അതിന്റെ സ്റ്റേറ്റ്മെന്റ് ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ജസ്റ്റ് പാസ് കൊടുത്താൽ മതി. ഓക്കെ. പാസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, നമുക്ക് അവിടെ എററോ കാര്യങ്ങളോ ഒന്നും വരില്ല. അപ്പം നമ്മൾ അടുത്തൊരു പാർട്ടാണ്, ഈ കണ്ടീഷന്റെ പുറത്ത് വന്നേക്കുവാണ് ഈ പ്രിന്റ്. ഓക്കെ. അപ്പം നമുക്ക് എന്താണ്? പ്രിന്റ് ഓഫ് എ കൊടുക്കുമ്പോൾ ഹലോ എന്നുള്ള. അപ്പം അഡ്മിന്റെ കേസ് ആണെങ്കിൽ അഡ്മിൻ എന്ത് ചെയ്യുന്നു? ഈ ചെക്ക് ചെയ്യാൻ നമ്മൾ കൊടുത്തു, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കാനില്ല എന്നുള്ള കേസാണ്. ഇപ്പൊ നമ്മളത് കൊടുക്കുന്നില്ല. അപ്പൊ അഡ്മിനകത്തുള്ള ഈ ഒരു ഡേറ്റ എനിക്ക് എംപ്ലോയിന്റെ പേജിൽ വർക്ക് ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എംപ്ലോയിന്റെ പേജിൽ എന്തായിരിക്കും? ചിലപ്പം ഇത് പാസ് കൊടുക്കാതെ വന്നപ്പം എനിക്കിവിടെ സ്റ്റേറ്റ്മെന്റ് എഴുതാനില്ലെങ്കിൽ ഒരു എറർ ആയിരിക്കും എനിക്കിവിടെ വന്നേക്കുന്നത്, അല്ലേ? അപ്പൊ എറർ ഉള്ളത് കൊണ്ട് നമുക്ക് ഒരിക്കലും ആ ഒരു പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ കംപ്ലീഷൻ കോഡ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എഴുതേണ്ടി വരും. സോ അങ്ങനെ ഒരു കണ്ടീഷനിൽ നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് പാസ് കൊടുത്തുവിടാം. അപ്പം ഈ ഒരു കണ്ടീഷൻ ഒന്നും വർക്ക് ആവത്തില്ല. ഓക്കെ. അപ്പൊ ഇതൊരു ഡമ്മിയാണ്. അപ്പൊ എനിക്ക് ഇന്ന് പ്രിന്റ് ഓഫ് എ കൊടുത്തു കഴിഞ്ഞാൽ അഡ്മിനകത്തുള്ള ഡേറ്റ എനിക്കിവിടെ പ്രിന്റ് ചെയ്യിക്കാം. ഓക്കെ. അപ്പൊ അതിനാണ് നമ്മൾ പാസ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ നമ്മളാണെങ്കിൽ ഓരോ കോഡ് എഴുതുമ്പോഴും അതിന്റെ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തതിന് മാത്രമല്ല നമുക്ക് അടുത്തതിലോട്ട് പോകേണ്ടത്. ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യണം? ഒരു ലിങ്ക് ഉണ്ടാവും. അതായത് അഡ്മിൻ്റെ അവിടുന്ന് ഒരു പ്രൊജക്റ്റ് അസൈൻ ചെയ്ത് എംപ്ലോയിന് കൊടുക്കുമ്പോൾ എംപ്ലോയിന് എന്താണ്? എംപ്ലോയിന്റെ പേജിൽ എന്തായിരിക്കും കാണുന്നത്? അഡ്മിൻ അവിടുന്ന് സെൻഡ് ചെയ്ത ആ ഒരു പ്രൊജക്റ്റിന്റെ റിപ്പോർട്ട് എംപ്ലോയിന് ഒരു നോട്ടിഫിക്കേഷൻ ആയിട്ട് വരണം. നോട്ടിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ്? എംപ്ലോയിന്റെ ആ ഒരു പ്രൊജക്റ്റിന്റെ ഡീറ്റെയിൽസ് അവിടെ കാണണം. ഓക്കെ. അപ്പം അങ്ങനത്തെ ഒരു കേസിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഡമ്മി എഴുതുന്ന സമയത്ത് പാസ് കൊടുക്കാം. ഓക്കെ. ഇവിടെ ഇപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? പ്രിന്റ് ഓഫ് അവൈലബിൾ എന്ന് കൊടുത്തു. ഓക്കെ. എന്നിട്ട് റൺ ചെയ്യാണ്. റൺ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? യെസ്, അവൈലബിൾ ആണ്. കാരണം എന്തുകൊണ്ടാണ് അവൈലബിൾ നമുക്ക് പ്രിന്റ് ചെയ്തത്? എന്തുകൊണ്ടാണ് നമുക്ക് അവൈലബിൾ എന്നുള്ള ഡേറ്റ നമുക്ക് പ്രിന്റ് ചെയ്തത്? ഈ വാല്യൂ അതിലുള്ളതുകൊണ്ട്. ഓക്കെ. അപ്പൊ എന്താണ് അവിടെ സംഭവിച്ചത്? ഇഫ് കണ്ടീഷൻ നമുക്കത് ട്രൂ ആയതുകൊണ്ടാണ്
പ്രിന്റ് ഓഫ് അവൈലബിൾ ആയതല്ലേ? ഓക്കെ. അപ്പം ഇപ്പൊ ഞാനാണ് ഇ എന്ന് കൊടുത്തത് അല്ലേ? ഇഫ് ഇ ഇൻ എ എന്ന് ഞാനാണ് കൊടുത്തത്. അപ്പൊ നിങ്ങൾക്കിപ്പം ഓ ആണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ കൊടുക്കാം? ഒരു യൂസർ ഇൻപുട്ട് എങ്ങനെ ഇതിൽ ആഡ് ചെയ്യാം? ഇതിന്റെ അകത്ത് ഒരു യൂസറിന് ഇഷ്ടമുള്ള ഒരു ഡേറ്റ നമുക്ക് ചെക്ക് ചെയ്യണം. ഉണ്ടെങ്കിൽ അവൈലബിൾ എന്ന് കാണിക്കണം, ഇല്ലെങ്കിൽ എൽസ് എന്നുള്ള പാർട്ട് അവിടെ എക്സിക്യൂട്ട് ആവണം. അതായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടേണ്ടത്. യൂസറിന് ഇഷ്ടമുള്ള ഒരു ഡേറ്റ കൊടുക്കാം. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത്? കണ്ടീഷൻ നമുക്ക് കൊടുക്കണം അല്ലേ? ഇപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാം? ഒരു യൂസറിന് ഇഷ്ടമുള്ള, ഇപ്പൊ ഞാൻ ഈ കൊടുത്തു, ഇപ്പം വർഷയ്ക്ക് ഇപ്പോൾ ഓ ആണ് കൊടുക്കേണ്ടത്, പ്രജിതയ്ക്ക് ഇപ്പൊ ആണ് കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പലർക്കും പല ഡേറ്റയാണ് കൊടുക്കേണ്ടത്. അല്ല ഞാനിപ്പോ ഈ മാത്രമായിട്ട് പ്രിന്റ് ചെയ്യിപ്പിച്ച് എടുക്കുകയല്ല ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒരു യൂസർ ഇൻപുട്ട് കൊടുക്കണം അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ യൂസർ ഇൻപുട്ട് കൊടുത്ത് നമുക്ക് ഈ ഒരു കോഡിനെ നമുക്ക് ചെക്ക് ചെയ്യാം? നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റും? ആദ്യം നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമുക്ക് ആദ്യം ഒരു ഡേറ്റ ഉണ്ട് അല്ലേ? എ എന്ന് പറയുന്ന വേരിയബിൾ നെയിമിനകത്ത് ഹലോ എന്ന് പറയുന്ന ഡേറ്റ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഇതിന്റെ അകത്തുനിന്ന് നമ്മൾ എന്താ ചെയ്തത്? ഓക്കെ, ഞാൻ ആ കോഡൊന്ന് നമുക്കിവിടെ ഹൈഡ് ചെയ്ത് വെക്കാം റെഫറൻസിന് വേണ്ടി. അപ്പം നമ്മുടെ കയ്യിൽ കസ്റ്റമറിന്റെ ഒരു ഡേറ്റ ഉണ്ട്. ഇതിൻ്റെ അകത്തുനിന്ന് കസ്റ്റമർ പറയാണ് എനിക്ക് ഇതിൻ്റെ അകത്ത് ഒരു ഡേറ്റനെ എനിക്ക് പ്രിന്റ് ചെയ്യിക്കണം. അപ്പം നമ്മൾ എന്ത് ചെയ്തു? ബാക്ക് എൻഡിൽ മാത്രം നമ്മൾ ഒരു ഡേറ്റ കൊടുത്തു, പ്രിന്റ് ചെയ്യിച്ചു. ഈ കോഡ് ഇപ്പം നാളെ നമ്മൾ ഇതിപ്പം കസ്റ്റമറിന് കൊടുക്കുവാണെങ്കിൽ അത് റൺ ചെയ്യുമ്പം നമ്മൾ എന്താണോ വാല്യൂ കൊടുത്തത് അത് മാത്രമേ നമുക്ക് അവിടെ പ്രിന്റ് ചെയ്ത് കിട്ടാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് അങ്ങനെ ഒരിക്കലും ഒരു പ്രൊജക്റ്റും അങ്ങനെ ചെയ്യുന്നില്ല. അതിനെന്താണ്? നമുക്ക് യൂസറിന് പറയുന്ന ഒരു മൊഡ്യൂൾ ഉണ്ടെങ്കിൽ യൂസറിന് എന്ത് ചെയ്യാൻ പറ്റും? ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ സെർച്ച് ചെയ്യാൻ പറ്റും, കാർട്ടിലിടാൻ പറ്റും, ബൈ ചെയ്യാൻ പറ്റും, അതിൻ്റെ അകത്തെ ഡീറ്റെയിൽസ് ഫുള്ള് നമുക്ക് കാണാൻ പറ്റും അല്ലേ? ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഒരു യൂസർ ഇൻപുട്ട് നമുക്ക് എങ്ങനെ ഇവിടെ അപ്ലൈ ചെയ്യാം? ആദ്യം നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളൊന്ന് ആലോചിക്കുക, നമുക്ക് യൂസർ ഇൻപുട്ട് നമുക്ക് എങ്ങനെ കൊടുത്ത് ഈ കോഡിന് നമുക്ക് കൊടുക്കണം. പറയൂ. ഇൻപുട്ട് ഫസ്റ്റ് റീഡ് ചെയ്തിട്ട് നിങ്ങളൊരു വാരിയബിളിലേക്ക് അസൈൻ ചെയ്യണം. ഓക്കെ, ഇൻപുട്ട് ഫസ്റ്റ് നമുക്ക് കൊടുക്കാം. അപ്പൊ എങ്ങനെ നമുക്ക് ഫസ്റ്റ് നമുക്ക് കോഡ് എഴുതും? ഒരു സെക്കൻഡ്. ഓക്കെ, എങ്ങനെയാണ് നമുക്ക് ഫസ്റ്റ് ഒരു കോഡ് എഴുതുന്നത്? എങ്ങനെയാണ് ആ കോഡ് കംപ്ലീറ്റ് ചെയ്യുന്നത്? ഇപ്പൊ നാളെ ഞാനൊരു മെഷീൻ ടെസ്റ്റ് തന്നു, മെഷീൻ ടെസ്റ്റ് തന്നിട്ട് നമ്മളത് വായിച്ചിട്ട് നമ്മൾ പറയല്ലോ, നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ തന്നെ വർക്കൗട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ വർക്കൗട്ട് ചെയ്യാം? ഒരു യൂസർ ഇൻപുട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ പാസ്വേഡ് നമ്മൾ ചെക്ക് ചെയ്തല്ലേ, അതേപോലെ തന്നെ ഒരു യൂസർ ഇൻപുട്ട് കൊടുക്കണ്ടേ ഫസ്റ്റ്? എന്താണ്? യൂസർ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ആണ് ഞാനിവിടെ കൊടുത്തേക്കുന്നത്, ഈക്വൽ. ഇനി നമുക്ക് അടുത്ത് എന്താ കൊടുക്കണ്ടേ? ഇൻപുട്ട് ഓഫ് ഓക്കെ എൻ്റർ വാല്യൂ എന്ന് കൊടുത്തു, കോളൻ -2 കൊടുത്തു. അപ്പൊ എന്താണ്? ഒരു യൂസർ ഇൻപുട്ടായി അല്ലേ? ഒരു യൂസർ ഇൻപുട്ടായി. നമുക്ക് ഇവിടെ റൺ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഔട്ട്പുട്ട്? കണ്ടോ? എൻ്റർ വാല്യൂ എന്നുള്ളത് നമുക്കിവിടെ പ്രിന്റ് ചെയ്ത് കിട്ടും. ഒരു യൂസറിന് എന്ത് വേണമെങ്കിലും ഇവിടെ ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? അപ്പം ഒരു യൂസറിന് ടൈപ്പ് ചെയ്യാനുള്ള ഒരു ഇൻപുട്ട് നമുക്ക് അവിടെ ആയി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? കണ്ടീഷൻ കൊടുക്കണം അല്ലേ? അപ്പൊ ഇവിടുന്ന് നമുക്ക് ഈ ഒരു കോഡിനകത്ത്, ഞാൻ ഈ കോഡ് കോപ്പി ചെയ്യുന്നില്ല, കോപ്പി ചെയ്യുന്നില്ല. ഈ കോഡിനകത്ത് നമുക്ക് എന്തൊക്കെയാണ് ചേഞ്ച് ചെയ്യേണ്ടത് അത് മാത്രം പറഞ്ഞാൽ മതി. നമുക്കിപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ, ഇഫ് കണ്ടീഷൻ കൊടുക്കുകയാണ്. നമുക്ക് ആദ്യം എങ്ങനെ എഴുതാം? ഇഫ് എന്താണ് എടുക്കേണ്ടത് അടുത്തത്? യൂസർ. ഓക്കെ, യൂസർ. അപ്പം യൂസറിനകത്ത് എന്താണുള്ളത്? യൂസറിനകത്ത് എന്താണുള്ളത്?
യൂസറിനകത്ത് എന്താണോ കൊടുക്കുന്നത് ഇ, ഇൻപുട്ട് വാല്യൂ. അതെ, എന്താണോ കൊടുക്കുന്നത് എൽ ആവാം, എച്ച് ആവാം, ഒ ആവാം, അല്ലെങ്കിൽ എന്താണ് ഇ ആവാം, അല്ലേ? അപ്പൊ ഒരു യൂസർ കൊടുക്കുന്നത് എന്താണെന്ന് നമുക്കറിയത്തില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? യൂസർ കൊടുക്കുന്ന എന്താണോ സ്റ്റോർ ആവുന്നത് ഈ ഒരു യൂസർ എന്ന് പറയുന്ന വേരിയബിൾ നെയിമിനകത്താണ്. ഓക്കെ, അപ്പൊ ഈ യൂസർ ഇൻ എന്താണ്, ഇനി അടുത്ത എന്താണ്? ഈ യൂസർ ഇൻ എന്തിനകത്തു നിന്നാണ് നമുക്കത് ചെക്ക് ചെയ്യേണ്ടത്? യൂസറിനകത്ത് കൊടുത്ത വാല്യൂ എന്തുമായിട്ട് നമുക്ക് ചെക്ക് ചെയ്യണം? എ എന്ന് പറയുന്ന വേരിയബിൾ നെയിമിനകത്ത് എന്താണോ ഉള്ളത്? നമുക്ക് ആ ഒരു ഡോക്യുമെന്റ്സ് ഉണ്ട്, അല്ലെ? അതിൻ്റെ അകത്തു നിന്നാണ് നമുക്ക് എന്താണ് യൂസർ കൊടുക്കുന്ന എന്താണോ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ എന്താണോ പ്രൊഡക്റ്റ് നെയിം അത് നമുക്ക് ചെക്ക് ചെയ്യണം. ഓക്കെ, എന്നിട്ട് അടുത്ത നമുക്ക് എന്താണ് ഇത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്? കോളൻ പ്രിന്റ് ഓഫ് അവൈലബിൾ. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എൽസ് പാർട്ടിനകത്ത് പ്രിന്റ് ഓഫ് സോറി. അപ്പം നമ്മളിവിടെ യൂസർ എന്താണ് എച്ച് കൊടുത്തു, അവൈലബിൾ ആണ്. ഓക്കെ, അതേപോലെ തന്നെ ഹലോ കൊടുത്തു, അതും അവൈലബിൾ ആണ്. എച്ച് എൽ കൊടുത്തു, അതും അവൈലബിൾ ആണ്, അല്ലേ? അപ്പൊ എൽസ് പാർട്ടിനകത്ത് പോകണമെങ്കിലോ അതവിടെ ചെക്ക് ചെയ്യുന്നില്ല. അപ്പൊ ഇതൊക്കെ ജസ്റ്റ് ഒരു ബേസിക് ആണ്, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഫ് കണ്ടീഷൻ ഒരു യൂസർ വെച്ചിട്ട് ചെക്ക് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ ഫംഗ്ഷൻ എഴുതുമ്പോഴും ഊപ്സ് കോൺസെപ്റ്റ് എഴുതുമ്പോഴും ഒരിക്കലും നമുക്ക് പറയരുത് ഇതെങ്ങനെയാണ് നമുക്ക് എഴുതാൻ പറ്റുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്തു? ഒരു യൂസർ ഇൻപുട്ട് വെച്ചിട്ട് ചെക്ക് ചെയ്തു. അതായത് നമുക്ക് എല്ലാ കാര്യങ്ങളും, അതായത് നമുക്കിപ്പോൾ കണ്ടീഷൻസ് സ്റ്റേറ്റ്മെന്റ് എഴുതുന്ന സമയത്തൊക്കെ നമുക്ക് ഒരു യൂസർ വെച്ചിട്ട് യൂസറിന് ചെക്ക് ചെയ്യാനുള്ള ഡേറ്റ ആണെങ്കിൽ നമുക്ക് അവിടെ എന്താണ് യൂസർ ഇൻപുട്ട് നമുക്കവിടെ കൊടുക്കണം. ഓക്കെ, ഇനിയും ഈ യൂസർ ഇൻപുട്ട് എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? എന്താണ് യൂസർ ഇൻപുട്ട് കൊടുക്കുന്നത്, അതിൽ നമുക്ക് എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളത്, കണ്ടീഷൻ വെച്ച് ചെക്ക് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സാർ ഒന്നും കൂടി പറയാം, ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടായിട്ടില്ല, എനിക്കത് മനസ്സിലായില്ല. ഓക്കെ, അതായത് ഞാനിപ്പോൾ ഇവിടെ ഒരു കണ്ടീഷൻ കൊടുക്കുവാണ്. അതായത് ഓക്കെ, എനിക്ക് എന്താണ് ഇവിടെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എ എന്ന് പറയുന്ന വേരിയബിൾ നെയിമിനകത്ത് എന്താണ് ഹലോ എന്ന് പറയുന്ന ഒരു ഡേറ്റ എന്തെങ്കിലും ഉണ്ട്. ഓക്കെ, അതെന്താണ് ഒരു സ്ട്രിങ്ങിലാണ് ഞാൻ കൊടുത്തേക്കുന്നത്. അപ്പൊ എനിക്ക് ഇതിൻ്റെ അകത്ത് ഒരു ഡേറ്റ എനിക്ക് എന്ത് ചെയ്യണം? അവൈലബിൾ ആണോ അല്ലെങ്കിൽ ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്യാനായിട്ട് ഓക്കെ, നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് എഴുതാം. ഇപ്പൊ ഇതിൻ്റെ അകത്ത് ഇ എന്ന് പറയുന്ന ഡേറ്റ ഉണ്ടോ ഇല്ലയോ? ഉണ്ടെങ്കിൽ നമുക്ക് എന്താവണം? നമ്മൾക്കിപ്പോൾ കസ്റ്റമറായിട്ട് കൊടുക്കുന്നത് അവൈലബിൾ ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ എന്താണോ മെസ്സേജ് കൊടുക്കുന്നത് ആ മെസ്സേജ് കൊടുക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ ചെക്ക് ചെയ്യാൻ പോവാണ്. അതായത് എന്റെ കയ്യിൽ എ എന്ന് പറയുന്ന വേരിയബിൾ നെയിമിനകത്ത് ഒരു ഡേറ്റ ഉണ്ട്, അതിൻ്റെ അകത്ത് നിന്ന് ഒരു വാല്യൂ ഇ എന്ന് പറയുന്ന ഡേറ്റ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് ചെക്ക് ചെയ്യണം. അപ്പൊ നമുക്ക് രണ്ട് രീതിയിൽ എഴുതാം. ഓക്കെ, ഞാൻ ഒന്നുകൂടെ പറയാണ്. നമുക്ക് സിമ്പിളായിട്ട് ഒരു കോഡ് എഴുതുവാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? പ്രിന്റ് ഓഫ്. ഓക്കെ, പ്രിന്റ് ഓഫ് നമ്മൾ ഇവിടെ ഡബിൾ കോട്ട്സിലോ സിംഗിൾ കോട്ട്സിലോ വേണം നമുക്ക് എഴുതാനായിട്ട്, കാരണം ഇതൊരു സ്ട്രിങ്ങിലാണ് കൊടുത്തേക്കുന്നത്. അതല്ലാതെ നമ്മൾ എന്ത് ചെയ്യരുത്? ജസ്റ്റ് ഒരു പ്രിന്റ് ഓഫ് ഇ ഇൻ എ എന്ന് കൊടുക്കരുത്. ഇ ഇൻ എ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ വർക്കൗട്ട് ആവത്തില്ല. ഓക്കെ, നമുക്ക് എന്താണ്? നമുക്കൊരു നെയിം എററാണ്. ഓക്കെ, ഇ എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്തിട്ടില്ല. അപ്പം ഇ എന്നുള്ളത് ഇതൊരു സ്ട്രിങ്ങിലായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡബിൾ കോട്ട്സോ സിംഗിൾ കോട്ട്സോ നമുക്ക് യൂസ് ചെയ്യണം. ഓക്കെ, ഇപ്പം വേറൊരു കേസ് പറയാണ്. ഇപ്പം ഞാനിപ്പം എസ് ഈക്വൽ ഞാനിവിടെ ഹലോ എന്ന് കൊടുത്തു. അപ്പൊ ഈ ഹലോ എന്ന് പറയുന്നത് സ്ട്രിങ് ആണല്ലോ. അപ്പൊ ഇത് ഡബിൾ കോട്ട്സോ സിംഗിൾ കോട്ട്സിലോ വേണം നമുക്ക് എഴുതാനായിട്ട്. നമ്മളിത് ഡബിൾ കോട്ട്സോ സിംഗിൾ കോട്ട്സോ ഇട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇതിങ്ങനെ സെലക്ട് ചെയ്യാം. ഓക്കെ, അല്ല നമ്മളിവിടെ ഫ്രണ്ടിൽ വന്നിട്ട് ഡബിൾ കോട്ട്സ് ഇടേണ്ട കാര്യമില്ല. ഈ ഡേറ്റ എന്ത് ചെയ്യാം? നമുക്ക് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഷിഫ്റ്റ് കോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്ട്രിങ്ങിലായിക്കോളും. ഓക്കെ, ഷിഫ്റ്റ് ഡബിൾ കോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡബിൾ കോട്ട്സ് വരും.
ജസ്റ്റ് കോട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സിംഗിൾ കോട്ട് ആവും. ഓക്കെ, അപ്പൊ പ്രിന്റ് ഓഫ് ഇ ഇൻ എ. അപ്പൊ ഇ എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ട്രിങ് ആണ്. സോ ഇ ഇൻ എ നമുക്ക് റൺ ചെയ്യാം. എന്താണ്? നമുക്കവിടെ ട്രൂ ആണ്, ട്രൂ ഓർ ഫോൾസ്. ഒരു ബൂളിയൻ ആണ്, ട്രൂ ഓർ ഫോൾസ്. ഓക്കെ, ഇനി ഇല്ലെങ്കിൽ നമുക്ക് എന്താണ്? ഫോൾസ് ആണ്. അപ്പൊ നമുക്ക് ഈ ഒരു ഒറ്റ ലൈനിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും, പക്ഷെ ട്രൂ ഓർ ഫോൾസ് എന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ അകത്ത്. അതൊരു ബൂളിയൻ ആണ്. അപ്പോ നമുക്കൊരു കണ്ടീഷൻ വെച്ച് ചെക്ക് ചെയ്യണം. ഇപ്പൊ ഒരു കണ്ടീഷൻ വെച്ച് ചെക്ക് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഒരു ഡേറ്റ ഉണ്ടെങ്കിൽ ഈ ഡേറ്റ എനിക്ക് പ്രിന്റ് ആവണം, ഇല്ലെങ്കിൽ സോറി എന്നുള്ള ഡേറ്റ പ്രിന്റ് ആവണം. അപ്പൊ നമ്മളിപ്പോ ഈ ഒരു പ്രിന്റ് ഓഫ് ഇസഡ് ഇൻ എ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ എന്താണ്? ട്രൂ. ഓക്കെ, അപ്പൊ ഇല്ലെങ്കിൽ എന്താണ്? ഫോൾസ്. അത് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു കണ്ടീഷൻ കൊടുക്കുന്നുണ്ട്. കണ്ടീഷൻ കൊടുക്കുന്നത് എങ്ങനെയാണ്? ഇഫ് വെച്ചിട്ടാണ് നമുക്ക് കണ്ടീഷൻ കൊടുക്കുന്നത്. ഓക്കെ, ഇഫ് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൻ്റെ അകത്ത് എഴുതിയതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? ഇഫ് ഇസഡ് ഇഫ് ഇൻ എ, ഇഫ് ഇൻ എ, ഓക്കെ, കോളൻ നമുക്ക് എന്ത് ചെയ്യാം? പ്രിന്റ് ഓഫ് അവൈലബിൾ. ഇ എന്ന് പറയുന്നത് എയ്ക്കകത്ത് അവൈലബിൾ ആണെങ്കിൽ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ഇഫ് കണ്ടീഷൻ എന്താവും? ട്രൂ ആവും. അപ്പൊ പ്രിന്റ് ഓഫ് അവൈലബിൾ. ഓക്കെ, ഇൻ കേസ് ഈ ഇ എന്ന് പറയുന്ന ഡേറ്റ എയ്ക്കകത്ത് ഇല്ലെങ്കിൽ നമുക്ക് എന്താണ്? നമുക്ക് ബ്ലാങ്ക് ആയിട്ട് ഒരു ഔട്ട്പുട്ട് കിട്ടരുത് അല്ലെ? നമുക്ക് അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു എൽസ് പാർട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ഞാനിവിടെ റൺ ചെയ്യാണ്. റൺ ചെയ്യുമ്പോൾ എന്താണ്? അവൈലബിൾ ആണ്. കാരണം അവൈലബിൾ എന്ന് പറഞ്ഞൊരു മെസ്സേജ് ഞാൻ എന്താണ് പ്രിന്റിൽ കൊടുത്തത് കൊണ്ട് അതാണ് എനിക്ക് പ്രിന്റ് ആയത്. കാരണം ഇഫ് കണ്ടീഷൻ അവിടെ ട്രൂ ആയി. ഇപ്പൊ ഞാനിവിടെ ഇസഡ് കൊടുത്തു. ഇസഡ് കൊടുത്തതിന് ശേഷം ഞാൻ റൺ ചെയ്യണം. അപ്പൊ എന്താണ്? സോറി എന്ന് വന്നു. കാരണം എന്താണ്? ഇസഡ് എയ്ക്കകത്തില്ല, ഇഫ് കണ്ടീഷൻ ട്രൂ ആയിട്ടില്ല, ഫോൾസ് ആയി. അപ്പൊ നേരെ എൽസ് പാർട്ടാണ് എക്സിക്യൂട്ട് ആയത്. അപ്പൊ ഈ എൽസ് പാർട്ട് കൊടുത്തില്ലെങ്കിൽ നമുക്ക് എറർ വരത്തില്ല. അപ്പൊ നമുക്ക് അതിന് പകരമായിട്ട് നമുക്ക് എന്താ വരുന്നത്? ബ്ലാങ്ക് ആയിട്ട് വരും. നമുക്കൊരു ഔട്ട്പുട്ടും കിട്ടത്തില്ല. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ ഡീബഗ് ചെയ്യാൻ പറ്റും? നമുക്ക് എന്തെങ്കിലും ഒരു എറർ വന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഡീബഗ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ? അതിനായിട്ട് നമ്മൾ എൽസ് പാർട്ട് കൊടുക്കുന്നു. ഇപ്പൊ നിങ്ങളൊരു ഡേറ്റ കൊടുത്തു, ഡേറ്റ കൊടുത്തിട്ട് അത് റിട്ടേൺ ചെയ്ത് വരുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഡേറ്റ കൊടുത്തിട്ട് അതിന്റെ ഔട്ട്പുട്ട് കിട്ടുന്നില്ല, ഫുള്ള് ബ്ലാങ്ക് ആണ്, അല്ലെങ്കിൽ നിങ്ങളൊരു എന്താണ് ഇപ്പം എന്തെങ്കിലും കൊടുത്തിട്ട് നിങ്ങൾ നിങ്ങൾക്ക് ഒരു ഔട്ട്പുട്ട് കിട്ടുന്നില്ല. അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ ഡീബഗ് ചെയ്യാൻ പറ്റും? ഇപ്പം ഡീബഗ് ചെയ്യണമെങ്കിൽ എന്താണ്? എന്തെങ്കിലും ഒരു എറർ വരണം അല്ലെ? ഇപ്പൊ നമ്മൾ എൽസ് പാർട്ടിനകത്ത് കൊടുത്തത് എന്താണ്? നമുക്ക് അതൊരു സ്ട്രിംഗിൽ കൊടുത്തോണ്ട് നമുക്ക് ആ ഒരു ഡേറ്റ നമ്മൾ കിട്ടി. അപ്പൊ ഇഫ് കണ്ടീഷൻ ഫോൾസ് ആവുമ്പോ നമുക്ക് എന്ത് ചെയ്യണം? എൽസ് പാർട്ട് അവിടെ കൊടുക്കണം. കാരണം എന്താണ് നമ്മൾ കൊടുത്ത മെസ്സേജ് നമുക്കത് പ്രിന്റ് ആവും. ഓക്കെ, അപ്പൊ നമുക്കിവിടെ എന്താണ്? സോറി എന്നുള്ള മെസ്സേജ് ആണ് നമുക്കിവിടെ പ്രിന്റ് ചെയ്ത് കിട്ടിയത്. അപ്പം നമുക്ക് ഇങ്ങനെ ഒരിക്കലും നമ്മളവിടെ കൊടുക്കാൻ പറ്റില്ല. ഇസഡ് ഇൻ എ അല്ലെങ്കിൽ ഇ ഇൻ എ എന്നുള്ളത് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അതിന് പകരമായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു യൂസറിന് ചെക്ക് ചെയ്യാനുള്ള ഒരു ഇൻപുട്ട് നമ്മളവിടെ കൊടുക്കുവാണ്. ഒരു യൂസറിന് ചെക്ക് ചെയ്യാം. യൂസറിന് എന്താണ്? എന്തെങ്കിലും ഒരു ഡേറ്റ കൊടുത്തിട്ട് അതുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ ആ ഡോക്യുമെന്റ്സ് കൊടുത്തിട്ട് അതിൻ്റെ അകത്ത് ഒരു ഡേറ്റ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ ഫ്ലിപ്കാർട്ട് തന്നെ ഐഫോൺ എന്ന് കൊടുക്കും, ഐ എന്ന് കൊടുക്കുമ്പോൾ തന്നെ എന്താണ്? ഐ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്കവിടെ ഫിൽട്ടർ ചെയ്ത് വരുന്നുണ്ട് അല്ലെ? ഒരു കുറെ സ്റ്റാർ കൊടുത്തപ്പോൾ എന്താണ്? നമുക്കവിടെ ഒന്നും കാണിക്കുന്നില്ല, നമുക്കവിടെ ഫിൽട്ടർ എന്ന് മാത്രമേ കാണിക്കുന്നുള്ളൂ. പ്രൊഡക്ട്സ് അവിടെ അവൈലബിൾ അല്ല അല്ലെ? അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു യൂസർ ഇൻപുട്ട് കൊടുക്കാൻ പോകണം. അപ്പൊ യൂസർ എന്ന് പറയുന്നത് ഒരു വേരിയബിൾ നെയിം ആണ്. ഓക്കെ, യൂസർ എന്ന് പറയുന്ന വേരിയബിൾ നമുക്ക് ഇഷ്ടമുള്ള നെയിം കൊടുക്കാം കേട്ടോ. യൂസർ എന്നോ അല്ലെങ്കിൽ ഔട്ട്പുട്ട് എന്നോ അല്ലെങ്കിൽ നമുക്ക് ഔട്ട് എന്നോ എന്ത് വേരിയബിൾ നെയിം വേണമെങ്കിലും നമുക്ക് അതിൽ കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇപ്പൊ ഞാനിപ്പോ ഇതൊരു യൂസർ ഇൻപുട്ട് ആയതുകൊണ്ട് യൂസർ അണ്ടർസ്കോർ ഇൻപുട്ട് എന്ന് കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ കൊടുക്കാം. ഈക്വൽ എന്താണ്? ഇൻപുട്ട് ഓഫ് എൻ്റർ വാല്യൂ. ഓക്കെ, ഇതൊരു യൂസർ ഇൻപുട്ടാണ്. നമുക്ക് ഇവിടെയാണ് ടൈപ്പ് ചെയ്യേണ്ടത്. ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന ഡേറ്റ എവിടെ സ്റ്റോർ ആവും? യൂസർ അണ്ടർസ്കോർ ഇൻപുട്ട് എന്ന് പറയുന്ന വേരിയബിൾ നെയിമിനകത്ത് സ്റ്റോർ ആവും. അപ്പൊ നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാം? ഇഫ് യൂസർ അണ്ടർസ്കോർ ഇൻപുട്ട്, കണ്ടോ, വി വേരിയബിൾ നെയിമാണ്, എൻ്റർ കൊടുക്കുക. ഇൻ എ കോളൻ
ബാക്കി നമുക്ക് എഴുതുന്നത് പോലെയല്ല. ഈ ഇസഡിന് പകരം നമ്മൾ എന്ത് ചെയ്തു? ഒരു യൂസർ ഇൻപുട്ട് കൊടുക്കുകയാണ്. പ്രിന്റ് ഓഫ് എന്താണ്? അവൈലബിൾ എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു എൽസ് പാർട്ടൂടെ നമുക്ക് കൊടുക്കാം. പ്രിന്റ് ഓഫ് സോറി, ഇപ്പം ഞാനിപ്പോൾ ഇവിടെ റൺ ചെയ്യാണ്. അപ്പം ഒരു യൂസർ ഇൻപുട്ടാണ് എൻ്റർ വാല്യൂ എ കൊടുക്കുവാണ്. നമുക്ക് റൺ ചെയ്യാം. ഓക്കെ, സോറി, എ കൊടുത്തു, എൻ്റർ കൊടുത്തു, സോറിയാണ്. ഒന്നുകൂടെ റൺ ചെയ്യാം. എച്ച് കൊടുത്തു, അവൈലബിൾ ആണ്. മനസ്സിലായോ? ഒരു യൂസർ ഇൻപുട്ട് കൊടുക്കുന്നത്. നമുക്ക് എല്ലാ കേസിലും നമ്മൾ എന്ത് ചെയ്യണം? ഒരു യൂസർ ഇൻപുട്ട് വെച്ചിട്ട് യൂസറിന് ഇഷ്ടമുള്ള ഒരു ഡേറ്റ നമ്മുടെ എയ്ക്കകത്ത് കൊടുത്തേക്കുന്ന ഡേറ്റയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഇന്നെന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് പ്രിന്റിനകത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് കണ്ടീഷൻ വെച്ച് നമുക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനിയും ഈ സ്ട്രിങ് എന്താണ്? ഒരു ഡബിൾ കോട്ട്സിലോ സിംഗിൾ കോട്ട്സിലോ നമ്മൾ കൊടുക്കണം അല്ലേ? എ ഈക്വൽ, ഞാൻ ഇവിടെ ഹലോ എന്ന് കൊടുത്തു. ഇതിന് എനിക്കൊരു അപ്പർ കേസ് ആവണം. ഞാൻ ഇതിവിടെ ലോവർ കേസ് ആണ് കൊടുത്തേക്കുന്നത്. ഒരു അപ്പർ കേസ് ആക്കണമെങ്കിൽ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം? പ്രിന്റ് ഓഫ് എന്തിനകത്താണ് നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്നത്? എ ഡോട്ട് അപ്പർ. ഓക്കെ, എന്നിട്ട് നമുക്ക് റൺ ചെയ്യാം. ഔട്ട്പുട്ട് എന്താണ്? ഹലോ. ഇതൊന്നും നമ്മുടെ സ്ട്രിങ്ങിനകത്ത് നമ്മൾ ഇതുകൊണ്ട് നമ്മൾ പ്രോജക്റ്റിലേക്ക് യൂസ് ചെയ്യുന്നില്ല. പക്ഷേ എന്നാലും സ്ട്രിങ്ങിനകത്ത് ഇങ്ങനെ അപ്പറും ലോവറും ഇങ്ങനെ കേസ് ഉണ്ട്. പിന്നെ ഫോർ ലൂപ്പ് റൺ ചെയ്യാം. അപ്പോൾ നമുക്ക് അത് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നോക്കിയാൽ ലോവർ കേസിന് നമ്മൾ എന്ത് ചെയ്തു? എ ഡോട്ട് അപ്പർ എന്ന് കൊടുത്തപ്പം നമുക്ക് അപ്പർ കേസിലാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ എ ഈക്വൽ, ഞാൻ ഇവിടെ അപ്പർ കേസിലാണ് എഴുതിയേക്കുന്നത്. ഇതിനെ നമുക്ക് ലോവറിലാക്കണമെങ്കിൽ പ്രിന്റ് ഓഫ് എ ഡോട്ട് ലോവർ. ഓക്കെ, അപ്പോൾ അപ്പർ കേസുമായി നമുക്ക് ലോവർ കേസുമായി. ഓക്കെ, എ ഡോട്ട് അപ്പർ, എ ഡോട്ട് ലോവർ. അപ്പോൾ എ ഡോട്ട് ഡോട്ട് ഓപ്പറേറ്റർ വേണം യൂസ് ചെയ്യാനായിട്ട്. എന്തിനാണ് ഈ ഡോട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്? നമ്മൾ ആഡിനകത്ത് നമ്മൾ എ ഡോട്ട് അണ്ടർസ്കോർ ആഡ് ഓഫ് ബി അല്ലേ? അപ്പം ആക്ച്വലി ഡോട്ട് ഓപ്പറേറ്റർ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഡേറ്റയെ നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയാണ്. അതായത് ഇപ്പം ഊപ്സ് കോൺസെപ്റ്റ് എഴുതുമ്പോൾ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? ക്ലാസ് നെയിമിനെ കോൾ ചെയ്തു ഒബിജെ ഡോട്ട് അല്ലേ? ഡോട്ട് ഓപ്പറേറ്റർ നമുക്കവിടെ യൂസ് ചെയ്യണം. ഓക്കെ, എ ഡോട്ട് ലോവർ, എ ഡോട്ട് അപ്പർ, അതേപോലെ തന്നെ എ ഡോട്ട് അണ്ടർസ്കോർ ആ മെത്തേഡ് നമുക്ക് അവിടെ ആക്സസ് ചെയ്യണം. അല്ലെങ്കിൽ എ ഡോട്ട് നമുക്ക് അഡീഷൻ ആണ് ചെയ്യേണ്ടത്. ജസ്റ്റ് ഒരു പ്ലസ് എന്ന് പറഞ്ഞൊരു ഓപ്പറേറ്റർ നമുക്ക് അവിടെ കൊടുത്ത് വിടുവല്ല. നമുക്ക് അതിന് എന്ത് ചെയ്യാം? എ ഡോട്ട് അണ്ടർസ്കോർ ആഡ് അല്ലെങ്കിൽ സബ് മൾട്ടിപ്ലൈ എന്നുള്ളത് നമുക്ക് അവിടെ ആക്സസ് ചെയ്യാൻ വേണ്ടി കൊടുക്കാം. ഓക്കെ, അപ്പം അപ്പർ കേസ്, ലോവർ കേസ്, കണ്ടീഷൻസ്. ഓക്കെ, ഇനിയും ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരു കാര്യം കൂടെ, രണ്ട് കാര്യങ്ങൾ നോക്കാം. ഫോർ ലൂപ്പും അതേപോലെ തന്നെ സ്ലൈസിങ്. അപ്പം എന്തിനാണ് ഈ ലൂപ്പ് നമുക്ക് എഴുതുന്നത്? എന്തിനാണ് ഈ ലൂപ്പ് കൊടുക്കുന്നത്? ആർക്കെങ്കിലും അറിയോ എന്തിനാണ് ഈ ലൂപ്പ്? വർഷയ്ക്കും അഭിരാമിക്കും അറിയോ എന്തിനാണ് ലൂപ്പ് കൊടുക്കുന്നത്? ഫിസ? ഐട്രേറ്റ് ചെയ്ത് വരാൻ വേണ്ടിയാണ് ലൂപ്പ് കൊടുക്കുന്നത്. വയൽ ലൂപ്പും ഉണ്ട്, ഫോർ ലൂപ്പും ഉണ്ട്. ഓക്കെ, വയൽ ലൂപ്പും ഉണ്ട്, ഫോർ ലൂപ്പും ഉണ്ട്. അപ്പൊ എന്താണ് ഈ ഐട്രേറ്റ് ചെയ്ത് വരിക എന്നുള്ളത് കാണിച്ചു തരാം. അപ്പം ഞാൻ പറഞ്ഞു ഫോർ ലൂപ്പും ഉണ്ട്, വയൽ ലൂപ്പും ഉണ്ട്. നമ്മുടെ പൈത്തണിൽ കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോർ ലൂപ്പാണ്. കാരണം ഫോർ ലൂപ്പിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻക്രിമെന്റ് ഓപ്പറേഷൻ അവൈലബിൾ ആണ്. നമ്മൾ ഇൻക്രിമെന്റോ ഡിക്രിമെന്റോ നമുക്ക് കൊടുക്കേണ്ട കേസ് ഇല്ല. പക്ഷെ വയൽ ലൂപ്പിലാണെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം ഒരു ഡേറ്റ നമുക്കവിടെ പ്രിന്റ് ആയതിനു ശേഷം എന്ത് ചെയ്യണം? അടുത്തത് ഇൻക്രിമെന്റ് ആയതിനു ശേഷം അടുത്ത ഡേറ്റ പ്രിന്റ് ആവണം എന്നുള്ളത് നമ്മൾ വയൽ ലൂപ്പിന് പറഞ്ഞു കൊടുക്കണം. പക്ഷെ ഇവിടെ ഫോർ ലൂപ്പിൽ എന്ത് ചെയ്യണ്ട? ഓട്ടോമാറ്റിക് ഇൻക്രിമെന്റ് ഓപ്പറേഷൻ അവൈലബിൾ ആയതുകൊണ്ട് നമുക്കത് കൊടുക്കേണ്ട കേസ് ഇല്ല. ഓക്കെ, അപ്പൊ എന്താണ് ഈ ഒരു ഫോർ ലൂപ്പ് കൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഇപ്പം നമ്മുടെ ഇവിടുത്തെ ഒരു എക്സാമ്പിൾ കാണിക്കാം. എ ഈക്വൽ ഹലോ. അപ്പം എ ഈക്വൽ ഹലോ. അപ്പം ഈ ഡേറ്റാബേസ് എത്ര പേർക്കറിയാം? ഡേറ്റാബേസ് എന്താണ്, അല്ലെങ്കിൽ ഡേറ്റ സ്റ്റോറേജ് എന്താണ്? ഡേറ്റാബേസ് എന്ന് പറയുന്നത് എത്ര പേർക്കറിയാം? എന്താണ് ഈ ഡേറ്റാബേസ്? എന്തിനാണ് നമുക്ക് യൂസ് ചെയ്യുന്നത് ഡേറ്റാബേസ്? ഓക്കെ, നമ്മുടെ മെമ്മറി കാർഡ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? നമ്മുടെ മെമ്മറി കാർഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? സ്റ്റോർ ചെയ്യാൻ വേണ്ടി. സ്റ്റോറേജ്. ഓക്കെ, അപ്പം ഈ എ എന്ന് പറയുന്ന വേരിയബിൾ നെയിമിനകത്ത് ഞാൻ ഇത് ഓരോ ഡേറ്റേനെയും ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുവാണ്. എച്ച് എന്ന് പറയുന്ന ഒരു ടി വി ആണ്, ഇ എന്ന് പറയുന്ന ഒരു ലാപ്ടോപ്പ് ആണ്, എൽ എന്ന് പറയുന്ന ഒരു മൊബൈല്. ഓക്കെ, അതിന്റെ തന്നെ ഒരു കാറ്റഗറിയാണ് എൽ എന്ന് പറയുന്നത്. അടുത്തൊരു എല്. ഒ എന്ന് പറയുന്നത് ഇപ്പം ഡ്രസ്സാണ്, അല്ലെങ്കിൽ ടോയ് ആണെന്ന് വിചാരിക്കാം, കുട്ടികളുടെ ടോയ്. അപ്പം ഈ എ എന്ന് പറയുന്ന വേരിയബിൾ നെയിമിനകത്ത് ഞാൻ ഇത്രയും ഡേറ്റ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുവാണ്. ഓക്കെ, ഇവിടെ ഇപ്പം ഞാൻ പ്രിന്റ് ഓഫ് എ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? ഹലോ എന്നുള്ള ഡേറ്റ ഫുൾ ആയിട്ട് നമുക്ക് ഇവിടെ പ്രിന്റ് ചെയ്ത് കിട്ടും. ഇവിടെ ഞാൻ ഫോർ ലൂപ്പ് കൊടുക്കാൻ പോകണം. അതായത് ഓരോ ഡേറ്റയും നമുക്ക് ഐട്രേറ്റ് ആയിട്ട് വരാൻ വേണ്ടിയാണ് നമ്മൾ ഫോർ ലൂപ്പ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഫോർ എന്നുള്ള കീവേഡ് നമുക്ക് അവിടെ യൂസ് ചെയ്യണം. ഫോർ കണ്ടോ, ഫോർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? ഒരു വേരിയബിൾ നെയിം കൊടുക്കാം. ഓക്കെ, അപ്പൊ എല്ലാവരും യൂസ് ചെയ്യുന്നത് ഫോർ ഐ ഇൻ, അല്ലെങ്കിൽ ഫോർ എന്താണ് ഐ ഇൻ എസ് ടി, ഫോർ ഐ ഇൻ എ, ഫോർ ഐ ഇൻ എൽ ഐ. എല്ലാവരും യൂസ് ചെയ്യുന്നത് പഠിക്കുന്ന സമയത്താണെങ്കിലും യൂസ് ചെയ്യുന്ന എന്താണ്? ഐ എന്ന് പറയുന്ന ഒരു വേരിയബിൾ നെയിം ആയിരിക്കും മോസ്റ്റ് കുട്ടികളും യൂസ് ചെയ്യുന്നത്. അപ്പോ നമുക്ക് ഇവിടെ എന്താണ്? ഐ എന്ന് പറയുന്ന ഒരു വേരിയബിൾ നെയിം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ആവും. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാല് ഫോർ ഡേറ്റ എന്ന് പറയുന്ന ഒരു വേരിയബിൾ നെയിം ആണ്. ഓക്കെ, ഫോർ ഡേറ്റ ഇൻ എ. ഓക്കെ, കോളൻ പ്രിന്റ് ഓഫ് ഡേറ്റ. അപ്പൊ നമുക്ക് ഇവിടുത്തെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ് നമുക്കിവിടെ ഔട്ട്പുട്ട് വരുന്നത്. കണ്ടോ, HELLO. ഇതെങ്ങനെയാണ് HELLO എന്നുള്ള ഡേറ്റ നമുക്ക് ഇങ്ങനെയാണ് പ്രിന്റ് ആയത്. അതായത് ഇത് ഓരോന്നും എന്തായിട്ടാണ് പ്രിന്റ് അയക്കുന്നത്? ന്യൂ ലൈനിലാണ് പ്രിന്റ് ചെയ്തേക്കുന്നത്. അതായത് എച്ച് ഒരു ലൈനിൽ, ഇ ഒരു ലൈനിൽ, എൽ ഒരു ലൈനിൽ, ഇ എൽ ഒരു ലൈനിൽ, ഈ ഒ ഒരു ലൈനിൽ. ഓക്കെ, അതായത് ഫോർ ഡേറ്റ ഇൻ എ. അപ്പൊ ഈ ഡേറ്റ എന്ന് പറയുന്ന വേരിയബിൾ നെയിമിനകത്ത് എയുടെ ഓരോ വാല്യൂ ഇതിൽ അവൈലബിൾ ആണ്. എന്നിട്ട് എന്താണ്? അത് പ്രിന്റ് ചെയ്യും. പ്രിന്റ് ഓഫ് ഡേറ്റ, പ്രിന്റ് ഓഫ് ഡേറ്റ എന്ന് വിളിക്കുകയാണ്. അപ്പൊ പ്രിന്റ് ഓഫ് ഡേറ്റ എന്ന് വിളിക്കുമ്പോൾ എന്താണ്? ഈ ഡേറ്റയ്ക്കകത്ത് എന്താണ്? ഫസ്റ്റ് എലമെന്റ് ഉണ്ട്, എച്ച്. അത് പ്രിന്റ് ആയി. ഓക്കെ, അത് പ്രിന്റ് ആയി. പ്രിന്റ് ആയതിനു ശേഷം നേരെ എങ്ങോട്ട് പോകും? ഫോർ ലൂപ്പിലോട്ട് പോകും. അതിനുശേഷം ഡേറ്റ എന്ത് ചെയ്യും? എയ്ക്കകത്തുള്ള സെക്കൻഡ് എലമെന്റിനെ എടുക്കും, എന്നിട്ട് നമ്മൾ പ്രിന്റ് ചെയ്യിക്കും. അപ്പൊ അടുത്ത ലൈനിൽ എന്താണ്? ഈ പ്രിന്റ് ആയി. നേരെ ഫോർ. അതായത് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ഇൻക്രിമെന്റ് ഓപ്പറേഷൻ നടക്കുകയാണ്. എന്നിട്ട് എന്താണ്? ഈ ലൂപ്പ് എവിടെയാണ് ക്ലോസ് ആയത്? ലാസ്റ്റിലത്തെ ഓ നമുക്ക് പ്രിന്റ് ആയതിനു ശേഷം ലൂപ്പ് അവിടെ എന്തായി? ടെർമിനേറ്റ് ആയി, അതായത് ക്ലോസ് ആയി. കാരണം ഇനി അങ്ങോട്ടേക്ക് പ്രിന്റ് ചെയ്യാൻ എന്തില്ല? ഡേറ്റ അവിടെ അവൈലബിൾ അല്ല. ഓക്കെ, ഓ വരെ ഉള്ളൂ. അപ്പം ഡേറ്റ ഇൻ എ, ഡേറ്റയ്ക്കകത്തുള്ള ഫസ്റ്റ് എലിമെന്റ്, എയ്ക്കകത്തുള്ള ഫസ്റ്റ് എലിമെന്റ് ഡേറ്റയിലുണ്ട്. എച്ച് പ്രിന്റ് ആയി, അതിനുശേഷം ഇ പ്രിന്റ് ആയി, എൽ പ്രിന്റ് ആയി, എൽ പ്രിന്റ് ആയി, ഓ പ്രിന്റ്. ഓരോന്ന് ന്യൂ ലൈനിലായിട്ടാണ് പ്രിന്റ് ആയത്. അപ്പം നമ്മുടെ ഈ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ ഓരോ ഫോൺ എങ്ങനെയാണ്? ഓരോ കാർഡിനകത്താണ്, അല്ലെ? ഓരോ കാർഡിലാണ് കൊടുത്തേക്കുന്നത്. അപ്പം നമ്മുടെ ഡേറ്റാബേസിൽ ഒരു ആയിരക്കണക്കിന് പ്രൊഡക്ട്സ് അവിടെ അവൈലബിൾ ആണെന്ന് വിചാരിക്കാം. ഒരു ആയിരക്കണക്കിന് പ്രൊഡക്ട്സ് അവിടെ അവൈലബിൾ ആണെന്ന് വിചാരിക്കാം. നമുക്ക് ഈ ലൂപ്പ് കൊണ്ട് എന്താണ് യൂസ്? ഫ്രണ്ട് എൻഡിൽ കണക്ട് ചെയ്യുമ്പോൾ, അതായത് ഈ 1000 പ്രൊഡക്ട്സിനെ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു വേരിയബിൾ നെയിമിലേക്ക് അസൈൻ ചെയ്ത് കൊടുത്തെന്ന് വിചാരിക്കാം. ഓക്കെ, അതായത് 1000 പ്രൊഡക്ട്സിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡേറ്റാബേസിൽ നമ്മൾ ആയിരക്കണക്കിന് പ്രൊഡക്ട്സ് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുവാണ്. ഓക്കെ, അതായത് അതിൻ്റെതായ മെമ്മറിയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? സ്റ്റോർ ചെയ്ത് വെച്ചേക്കുവാണ്.
അപ്പൊ എനിക്കിത് ഫ്രണ്ട് എൻഡിൽ കാണിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ പ്രൊഡക്ട്സ് ആണ്. ഓക്കെ, ഇപ്പൊ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഒരു ക്ലാസ് നെയിം ആണ്, അല്ലെങ്കിൽ ഒരു ഡേറ്റാബേസ് നെയിം ആണെന്ന് വിചാരിക്കാം. എനിക്ക് ഈ 1000 എണ്ണം പ്രിന്റ് ചെയ്യിപ്പിക്കണം. അപ്പൊ നമുക്ക് ഓരോ അല്ലെങ്കിൽ 1000 കോഡ് അവിടെ എഴുതേണ്ട കേസ് ഇല്ല, അല്ലെ? 1000 കോഡ് എഴുതേണ്ട കേസ് ഉണ്ടോ? ഇപ്പം എനിക്ക് ഈ സെയിം ഔട്ട്പുട്ട് എനിക്ക് ഇതല്ലാതെ വേറൊരു രീതിയിൽ എഴുതാം. എങ്ങനെ എഴുതാം? പ്രിന്റ് ഓഫ് എച്ച്, അല്ലേ? ഓക്കെ, പ്രിന്റ് ഓഫ് എച്ച് ഞാൻ എന്ത് ചെയ്യുന്നു? കൺട്രോൾ ഡി കൊടുക്കുകയാണ്. കൺട്രോൾ ഡി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതന്നെ കോപ്പി ചെയ്തിട്ട് വരും കേട്ടോ. ഇവിടെ കർസർ കൊടുത്തിട്ട് കൺട്രോൾ ഡി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം കോപ്പി ചെയ്തിട്ട് വരും. അപ്പൊ ഞാനിപ്പോ ഈ ഫോർ ലൂപ്പ് വെച്ച് ചെയ്തപ്പോൾ എനിക്ക് എന്താണ് HELLO എന്നുള്ള ഡേറ്റ ഫുൾ എനിക്ക് ഇവിടെ പ്രിന്റ് ചെയ്ത് കിട്ടി. ഓക്കെ, ഇതേ സെയിം തന്നെ ഞാനിപ്പോ ഔട്ട്പുട്ട് എഴുതുമ്പോൾ ഓരോ കോഡും HELLO എന്നിട്ട് ഞാൻ റൺ ചെയ്യാണ്. നോക്കിയേ, അതേ സെയിം ഔട്ട്പുട്ടാണ് എഴുതിയിരിക്കുന്നത്. ഇതും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? നമുക്ക് ഇതാണോ യൂസ് ചെയ്യുന്നത് എളുപ്പം, അതോ ഇതാണോ ലൂപ്പാണോ യൂസ് ചെയ്യുന്നത്? നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയും കേട്ടില്ല. കൊടുക്കും, ലൂപ്പ് എങ്ങനെ? കൊടുക്കും, അതെ, ലൂപ്പ് കൊടുക്കും. ഫോർ ലൂപ്പ് കൊടുക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ കോഡിനെ നമുക്ക് എന്ത് ചെയ്യാം? മാക്സിമം റെഡ്യൂസ് ചെയ്യാം. അതായത് കോഡിനെ റെഡ്യൂസ് ചെയ്യാം എന്ന് വെച്ചിട്ട് ആവശ്യമുള്ള ഡേറ്റ നമുക്ക് റെഡ്യൂസ് ചെയ്ത് എല്ലാം പ്രിന്റ് ഫംഗ്ഷനിൽ എഴുതാൻ പറ്റില്ല. ഇവിടെ നോക്കിയേ, എനിക്കിവിടെ എത്ര ലൈൻ കോഡ് ആഡ് ആയി? 1 2 3 4 5, അല്ലെ? 5 ലൈൻ കോഡ് എനിക്കിവിടെ ആഡ് ആയി. പക്ഷെ എനിക്ക് കിട്ടിയ സെയിം ഔട്ട്പുട്ട് തന്നെയാണ്. അപ്പൊ നമ്മുടെ ഒരു 1000 പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ 1000 കോഡ് എഴുതേണ്ടി വരും, അല്ലേ? അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സിമ്പിൾ ആയിട്ട് നമുക്കൊരു ലൂപ്പിൽ കൊടുക്കാം. ലൂപ്പിൽ കൊടുക്കുമ്പോൾ എന്താണ്? ആ പ്രൊഡക്റ്റിനെ എല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു വേരിയബിൾ നെയിമിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ആ വേരിയബിൾ നെയിമിനെ വെച്ചിട്ട് നമ്മളൊരു ഫോർ ലൂപ്പിലേക്ക് അപ്ലൈ ചെയ്യണം. അപ്പൊ ഫോർ ലൂപ്പ് കൊടുക്കുമ്പോൾ നമുക്ക് എന്താണ്? ഓട്ടോമാറ്റിക് ഇൻക്രിമെന്റ് ഓപ്പറേഷൻ അവിടെ അവൈലബിൾ ആണ്. അതായത് എ എന്ന് പറയുന്നതിനകത്ത് ഒരു ഫോൺ പ്രിന്റ് ചെയ്യുന്നു, അടുത്ത ലൈനിൽ അടുത്തൊരു ഫോൺ പ്രിന്റ് ചെയ്യുന്നു. നമുക്കത് ഗ്രിഡിലോ ലിസ്റ്റിലോ വേണേൽ കൊടുക്കാം. അത് നമുക്ക് ഫ്രണ്ട് എൻഡ് കണക്ട് ചെയ്യുന്ന പോലെ. അപ്പൊ അതിൻ്റെ അകത്തുള്ള 1000 കോഡും അല്ലെങ്കിൽ 1000 പ്രൊഡക്റ്റും നമുക്ക് എന്താവും? ഫ്രണ്ട് എൻഡിൽ പ്രിന്റ് ആവും. അപ്പൊ ഇത്രയും ലൈൻ കോഡ് നമ്മൾ വെറുതെ എഴുതേണ്ട കേസ് ഇല്ല. ഓക്കെ, കാരണം പൈത്തൺ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് കോഡിനെ റെഡ്യൂസ് ചെയ്യാം, റീയൂസ് ചെയ്യാം. റെഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ഫുൾ ആയിട്ട് കംപ്രസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നമുക്ക് സ്റ്റാൻഡേർഡ് പോകും. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു കണ്ടീഷൻ നമുക്ക് വേണ്ട. കാരണം പ്രിന്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമുക്ക് ഇത് ഇത്രയും എഴുതി, 5 ലൈൻ എനിക്ക് ഇവിടെ കോഡ് എഴുതി. ഓക്കെ, അപ്പൊ അതിന് പകരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഞാൻ അത് ഡിലീറ്റ് ചെയ്യണ്ട, നിങ്ങളത് യൂസ് ചെയ്യണ്ട. അതിന് പകരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഫോർ ലൂപ്പ് അപ്ലൈ ചെയ്യാം. ലൂപ്പ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ഡേറ്റ എടുക്കുന്നു, പ്രിന്റ് ചെയ്യുന്നു. ഓക്കെ, പ്രിന്റ് ചെയ്യുന്നു, എന്നിട്ട് ഫോർ ലൂപ്പിൽ പോകുന്നു, അടുത്ത ഡേറ്റ എടുക്കുന്നു, പ്രിന്റ് ചെയ്യുന്നു, ഫോർ ലൂപ്പിൽ പോകുന്നു, അടുത്ത ഡേറ്റ എടുക്കുന്നു, പ്രിന്റ് ചെയ്യുന്നു. അങ്ങനെ ഇതിന്റെ അകത്തുള്ള എയ്ക്കകത്തുള്ള എത്ര ഡേറ്റ ഉണ്ടോ അതെല്ലാം അവിടെ എന്താവും? പ്രിന്റ് ചെയ്ത് കിട്ടും. ഓക്കെ, അപ്പൊ എല്ലാം എന്താണ്? ഒരു ന്യൂ ലൈനിലാണ് പ്രിന്റ് ചെയ്തത്. കണ്ടോ, എച്ച് പ്രിന്റ് ആയി, അടുത്ത ലൈനിലാണ് ഇ പ്രിന്റ് ആയത്, അടുത്ത ലൈനിൽ LO. എനിക്ക് ഈ ന്യൂ ലൈൻ ഒഴിവാക്കാനായിട്ടും എനിക്കൊരു കോഡുണ്ട്. എൻഡ് എന്ന് പറയുന്നൊരു കീവേഡ് യൂസ് ചെയ്തത്, കോമ എൻഡ് ഈക്വൽ ഡബിൾ കോഡ്സ് കൊടുത്താൽ മതി. ഓക്കെ, എൻഡ് ഈക്വൽ കൊടുത്തു, എന്നിട്ട് ഞാനിവിടെ റൺ ചെയ്യാണ്. ഇപ്പൊ നോക്കി, ഹലോ എന്നുള്ള ഡേറ്റ എനിക്ക് ഒറ്റ ഒരു ഇതിലായിട്ട് പ്രിന്റ് ചെയ്തു. കാരണം ന്യൂ ലൈൻ എനിക്ക് ഒഴിവാക്കി ഞാനിവിടെ. ഓക്കെ, എൻഡ് കൊടുക്കണം. അതായത് ഒരെണ്ണം നമുക്ക് പ്രിന്റ് ആയി അടുത്ത ഡേറ്റയിലോട്ട് പോകില്ല, അടുത്ത ലൈനിലേക്ക് പോകില്ല. എനിക്ക് ആ ഒരു ലൈനിൽ തന്നെയാണ് എല്ലാം ഡേറ്റ പ്രിന്റ് ആയി വരുന്നത്. ഇതിന്റെ അകത്ത് ഇനിയിപ്പം ഞാനിപ്പം ഓരോ എലമെന്റ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ഒരു കോമ ഇട്ട് കൊടുത്തു. നോക്കിയേ, H, E, L, O. ഓരോ ലൈനിലും പ്രിന്റ് ആവേണ്ട ഡേറ്റ ഞാൻ എന്ത് ചെയ്തു? എൻഡ് കൊടുത്ത് അവിടെ ബ്ലോക്ക് ചെയ്തു. ഓക്കെ, അപ്പം നമുക്ക് ആ ഈ ഒരു 5 ലൈൻ കോഡ് എഴുതുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്താൽ മതി? ഒരു 2 കോഡ് 2 ലൈനിൽ നമുക്ക് എഴുതാം. പക്ഷെ പ്രോജക്റ്റിലേക്ക് വരുമ്പോൾ എൻഡ് 4
കൊടുക്കണം. എൻഡ് ഫോർ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഫോർ ലൂപ്പ് എന്ന് പറയുന്ന ടാഗ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ക്ലോസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഫോർ ലൂപ്പ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് എന്തിനാണ് എന്നുള്ളത് മനസ്സിലായോ? നമുക്ക് ലൂപ്പിൽ എന്തിന് കൊടുക്കണം, അതായത് നമുക്ക് ബൾക്കായിട്ടുള്ള ഡേറ്റാസ് നമുക്ക് അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ എല്ലാത്തിനെയും കൂടെ നമുക്ക് പ്രിന്റ് ചെയ്യണം. അപ്പൊ നമുക്ക് ഓരോ കോഡ് എഴുതുന്നത് പോസിബിൾ ആണോ? യെസ്, നമുക്കത് വർക്കാവും. പക്ഷെ നമ്മൾ അവിടെ അങ്ങനെ ഒരു കോഡ് ഫുള്ളായിട്ട് എഴുതേണ്ട ഒരു കേസ് ഉണ്ടോ നമുക്ക് അവിടെ? നമുക്കൊരു കോഡ് ഫുള്ളായിട്ട് എഴുതേണ്ട കേസ് ഉണ്ടോ? ഇല്ല. For loop അതിനാണ് കൊടുത്താ മതി. നമ്മള് ഫോർ ലൂപ്പ് അപ്ലൈ ചെയ്യുന്നത്, അല്ലേ? നമുക്ക് ലൂപ്പിൽ അത് നമുക്ക് സിമ്പിൾ ആയിട്ട് പ്രിന്റ് ചെയ്ത് കിട്ടും. അപ്പം ഈ ഫോർ ലൂപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് എന്താണ് യൂസ്? ഫോർ ലൂപ്പിൽ ഓട്ടോമാറ്റിക് ഇൻക്രിമെന്റ് ഓപ്പറേഷൻ അവൈലബിൾ ആണ്. ഓക്കെ, ഇതിൻ്റെ അകത്തുള്ള ഡേറ്റ ഇതൊരു ഡേറ്റ ബേസ് ആയിട്ട് നിങ്ങൾ കാണുക. MySQL എന്ന് പറയുന്നൊരു ഡേറ്റ ബേസ് ഉണ്ട്, PostgreSQL എന്ന് പറയുന്നൊരു ഡേറ്റ ബേസ് ഉണ്ട്, Firebase ഉണ്ട്, AWS ഉണ്ട്. അപ്പം ഈ ഡേറ്റാബേസിലൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ച ഡേറ്റാനെ ഒക്കെ നമുക്ക് ഫ്രണ്ട് എൻഡിൽ കാണിക്കണം. അപ്പൊ ഒരു യൂസർ നോക്കുമ്പോൾ എന്താണ്, ഓപ്പൺ ചെയ്യുമ്പോൾ എല്ലാ ഡേറ്റയും എനിക്ക് അവിടെ കാണണം. അപ്പൊ അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ലൈൻ കോഡായിട്ട് നമുക്ക് എഴുതേണ്ട കേസില്ല, ഫോർ ലൂപ്പിൽ അപ്ലൈ ചെയ്യാം എല്ലാ കേസിലും. ഇപ്പൊ ബൾക്കായിട്ട് ഡേറ്റാസ്, ഇപ്പം കളക്ഷൻ ഓഫ് ഡേറ്റ ടൈപ്സ് എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് ലിസ്റ്റ്, അതേപോലെ ടപ്പിള്, അതേപോലെ തന്നെ ഡിക്ഷണറി, പിന്നെ സെറ്റ്, ഇതൊക്കെ എന്താണ് ഒരു സിംഗിൾ വേരിയബിൾ നെയിമിനകത്ത് മൾട്ടിപ്പിൾ ഡേറ്റനെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കാണ്. അപ്പൊ ഇതിനെ നമുക്കെല്ലാം നമുക്കിപ്പോ അത് ഓരോ പ്രൊഡക്റ്റ് ആണെന്ന് വിചാരിക്കുക. ഓരോ പ്രൊഡക്റ്റ് എനിക്ക് ഒറ്റ ലൈനിലാണോ കണ്ടത്, അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് എനിക്ക് സെയിം ആയിട്ട് കാണുവാണെങ്കിൽ എന്താ സംഭവിക്കും? ശരി, വേറൊരു എക്സാമ്പിൾ കൂടെ ഞാൻ കാണിക്കാം. ഇൻ കേസ് നമുക്ക് നിങ്ങളിപ്പം ഫോർ ലൂപ്പ് ഒരു കോഡ് എഴുതുമെന്ന് വെച്ചാൽ പ്രൊജക്റ്റിൽ, ഇത് നിങ്ങളുടെ പ്രൊജക്റ്റ് എന്ന് വിചാരിക്കുക. എ എന്ന് പറയുന്ന ഒരു ഡേറ്റാ ബേസിൽ ഇത്രയും ഡേറ്റാസ് ഉണ്ട്. ഓക്കെ, ഓരോ പ്രൊഡക്ട്സ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇതെല്ലാം ഫ്രണ്ട് എൻഡിൽ ഡിസ്പ്ലേ ചെയ്യണം. ഇഫ് ഫോർ ഡേറ്റ ഇൻ എ, ഓക്കെ, ഡേറ്റ ഇൻ എ കോളൻ പ്രിന്റ് ഓഫ് ഡേറ്റ. ഓക്കെ, അപ്പൊ ഫോർ ഡേറ്റ ഇൻ എ പ്രിന്റ് ഓഫ് ഡേറ്റ എന്ന് കൊടുത്തു. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് ആ ഡേറ്റ ഫുള്ളും നമുക്ക് അവിടെ ഔട്ട്പുട്ട് ആയിട്ട് കിട്ടും. ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ഈ സെയിം വേരിയബിൾ തന്നെ ഞാൻ ഇവിടെയും അപ്ലൈ ചെയ്യാൻ പോവാണ്. ഫോർ എ ഇൻ എ പ്രിന്റ് ഓഫ് എ, എന്നിട്ട് ഞാൻ റൺ ചെയ്തു. അപ്പോഴും നമുക്ക് എന്താണ്, ഹലോ എന്ന് പറയുന്ന ഡേറ്റ കിട്ടും, ഔട്ട്പുട്ട് കിട്ടിയല്ലോ നമുക്ക്. അപ്പം ഇതൊരു കോഡാണെന്ന് വിചാരിക്കാം. നമുക്ക് എന്താണ്, ഫ്രണ്ട് എൻഡിൽ കണക്ട് ചെയ്തു, ഈ ഡേറ്റ ഫുള്ളും നമുക്കിവിടെ ഡിസ്പ്ലേ ആയി. ഞാൻ പുറത്ത് വന്നിട്ട് പ്രിന്റ് ഓഫ് എ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഔട്ട്പുട്ട് കിട്ടണം? അതായത് ഇത് ഫുള്ളും പ്രിന്റ് ആയി കിട്ടി, എനിക്ക് എന്താണ് അടുത്തൊരു പേജിൽ എനിക്ക് എല്ലാ ഡേറ്റയും ഒരുമിച്ച് പ്രിന്റ് ആയി കിട്ടണം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, പ്രിന്റ് ഓഫ് എ എന്ന് കൊടുത്തു. അപ്പൊ നമുക്ക് എന്താ ഔട്ട്പുട്ട് കിട്ടുക? ഹലോ എന്നുള്ള ഡേറ്റയല്ലേ നമുക്ക് ഔട്ട്പുട്ട് കിട്ടേണ്ടത്. ഇവിടെ നമുക്ക് എ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താണോ ലൂപ്പ് ലാസ്റ്റിൽ ക്ലോസ് ചെയ്തത് ആ ഒരു ഡേറ്റയാണ് നമുക്കവിടെ പ്രിന്റ് ചെയ്ത് കിട്ടുന്നത്. അപ്പോൾ ഒരിക്കലും ഫോർ ലൂപ്പിൽ അപ്ലൈ ചെയ്യുമ്പോൾ സെയിം വേരിയബിൾ തന്നെ യൂസ് ചെയ്യരുത്. കാരണം ഈ എക്കകത്ത് ഇപ്പൊ ലാസ്റ്റ് ലൂപ്പിൽ എന്താണ് സ്റ്റോപ്പ് ചെയ്തത്, ഓ ആണ്. അപ്പൊ നമ്മളിവിടെ പുറത്ത് വന്നിട്ട് പ്രിന്റ് ഓഫ് എ, ഞാൻ ഇനി പിന്നെയും പ്രിന്റ് ഓഫ് എ കൊടുക്കുകയാണ്. ഓക്കെ, പ്രിന്റ് ഓഫ് എ കൊടുത്തു, റൺ ചെയ്യാണ്. അപ്പൊ എന്താണ്, എനിക്ക് ഓ ആണ്. ഏതാണ് എയിൽ? കാരണം ഈ ലൂപ്പിനകത്തുള്ള എയും അതൊരു ലോജിക്കലായിട്ടുള്ള എററാണ്. നമ്മൾ അങ്ങനെ പ്രോജക്റ്റിൽ കൊടുത്താലും നമുക്ക് അവിടെ എറർ കിട്ടും. ഇപ്പം നമുക്ക് ഇപ്പം പ്രൊഡക്റ്റിന്റെ ആണെങ്കിൽ ഇപ്പൊ ഇവിടെ ഞാനിപ്പം പ്രൊഡക്റ്റ് എന്ന് കൊടുക്കുകയാണ്, പ്രൊഡക്റ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, പ്രൊഡക്ട്സ് ഇൻ പ്രൊഡക്റ്റ്. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്രൊഡക്ട്സ് എന്ന് കോൾ ചെയ്യാം. ഓക്കെ, നമുക്ക് മനസ്സിലാവാൻ വേണ്ടി ഓക്കെ, എന്നിട്ട് റൺ ചെയ്യാം. ഓക്കെ,
ഒരിക്കലും സെയിം ആയിട്ടുള്ള വേരിയബിൾ നെയിം കൊടുക്കരുത്. ഇനിയിപ്പോൾ പ്രൊഡക്റ്റ് ആണ് വിളിച്ചതെങ്കിലോ നമുക്ക് എന്ത് സംഭവിക്കും? ലൂപ്പിൽ തന്നെ നമുക്കത് വർക്കാവും. നമുക്ക് എന്താണ് ഇതിൻ്റെ അകത്ത് എത്ര ഡേറ്റ ഉണ്ടോ ഓക്കെ പ്രിന്റ് ഓഫ് പ്രൊഡക്റ്റ്. ഓക്കെ ഞാനിപ്പോൾ ഇത് പുറത്ത് വന്നിട്ട് ഞാനിത് ഡിലീറ്റ് ചെയ്യാണ്. ഇവിടെ ഞാൻ സെയിം ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഞാൻ വിളിച്ചെന്ന് വിചാരിക്കാം. നോക്കിയേ, ഹലോ എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് എത്ര ലെങ്ത് ഉണ്ടോ അത്രയും നമുക്ക് അവിടെ പ്രിന്റ് ചെയ്ത് കിട്ടും. അതായത് സെയിം ഐറ്റം തന്നെ നമുക്കിവിടെ പ്രിന്റ് ചെയ്ത് കിട്ടും. പക്ഷെ അങ്ങനെയും നമ്മൾ കാണിക്കണമെന്നുണ്ടോ? ഇല്ല. ഇതൊക്കെ ഒരു ലോജിക്കലായിട്ടുള്ള ഒരു എററാണ്. ലോജിക്കൽ എറർ എന്ന് പറയുന്നത് നമുക്ക് റെഡ് കളറിലുള്ള എററോ നമുക്ക് പ്രൊജക്റ്റോ ടെർമിനേറ്റ് ആയി പോകത്തില്ല. നമുക്ക് അവിടെ എന്തെങ്കിലും ഒരു ഔട്ട്പുട്ട് കിട്ടും. എന്തെങ്കിലും ഒരു ഔട്ട്പുട്ട് കിട്ടി എന്ന് വിചാരിച്ച് നമ്മൾ അത് ഒരിക്കലും പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്ത് ടെസ്റ്റിംഗ് ടീമിന് കൊടുക്കരുത്, അല്ലെങ്കിൽ പ്രൊജക്റ്റ് ഡെലിവറി ചെയ്യരുത്. നമ്മൾ എന്ത് ചെയ്യണം? കോഡ് ക്രോസ് ചെക്ക് ചെയ്യണം. ഓരോ ലൈൻ നമ്മൾ കോഡ് എഴുതുമ്പോഴും നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യണം. നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് നമുക്കുള്ള ഷീറ്റുമായിട്ട് മാച്ച് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്കത് പ്രൊജക്റ്റ് ഗിറ്റബിൽ ലോഡ് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ചുമ്മാതെ എനിക്കിപ്പോൾ നോക്കിയ പ്രൊഡക്റ്റ് എന്ന് വിളിച്ചപ്പോൾ എനിക്ക് എല്ലാ ഡേറ്റയും എനിക്ക് അവിടെ ഔട്ട്പുട്ടായിട്ട് കിട്ടി. ശരി, എറർ ഒന്നുമില്ല, ഓക്കെ ഫൈൻ, ഔട്ട്പുട്ട് കിട്ടി എന്നും പറഞ്ഞ് കോഡ് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? സബ്മിറ്റ് ചെയ്യരുത്. മനസ്സിലായോ? ഇപ്പൊ നമ്മൾ ഓരോ കോഡ് എഴുതുമ്പോഴും നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. ഇപ്പൊ ഇവിടെ പ്രൊഡക്ട്സ് ആണ് നമ്മൾ കൊടുത്തതെങ്കിൽ പ്രൊഡക്ട്സ് തന്നെ നമുക്ക് വിളിക്കണം. അപ്പൊ എന്താണ്? ഇതാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ളൊരു ഔട്ട്പുട്ട്. ഓരോ ഡേറ്റയും നമുക്ക് എന്ത് ചെയ്യുന്നു? ഓരോ ലൈനിലും നമുക്കത് പ്രിന്റ് ചെയ്ത് കിട്ടുകയാണ്. ഓക്കെ, ഞാനിപ്പം കോഡും വീഡിയോയും കൂടെ ഞാൻ ഷെയർ ചെയ്ത് തരാം. അതേപോലെ തന്നെ വർക്കൗട്ട് ചെയ്ത് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യണം. ഞാനിപ്പം ഇന്നത്തെ ചെയ്തത് മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ. ഓക്കെ, വർക്കൗട്ട് ചെയ്ത് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യണം. ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാതിരിക്കരുത്. നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നെന്ന് നമുക്ക് അറിയണം. ഓക്കെ, ഇപ്പോൾ പ്രജിത ചെയ്തതുപോലെ തന്നെ നിങ്ങളത് വർക്കൗട്ട് ചെയ്തിട്ട് നിങ്ങളുടെ രീതിയിൽ നിങ്ങൾക്കത് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ടത് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇനിയിപ്പം